السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ, ഈ ഒരുമിച്ചുകൂടൽ അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മാമിൻ അയ്യാമിൻ ഇല്ലാ വഅഹബ്ബുൽ അഅമാലി സ്വാലിഹത്തി ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ജല്ല ജലാലുവായ അള്ളാഹുവിനിക്ക് സ്വാലിഹായ അമലുകൾ, നല്ല കാര്യങ്ങൾ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 രാത്രികളും 10 പകലുകളുമാണ് ദുൽഹിജ്ജ 1 മുതൽ തന്നെ ആരംഭിക്കുന്നത്. മിനിങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുക എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഒന്ന് ആലമുൽ അർവാഹിൽ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ആത്മാക്കളുടെ ലോകം, നമ്മുടെ അർവാഹുകളുടെ ലോകം, അത് ആലമുൽ അർവാഹാണ്. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റൂഹ്, ആ റൂഹിനെ അള്ളാഹു എന്ന് സൃഷ്ടിച്ചു എന്ന് നമുക്കാർക്കും അറിഞ്ഞൂടാ. ഏതായിരുന്നാലും അള്ളാഹ് സൃഷ്ടിച്ചതാണ്. നേരത്തെ ഇല്ലാത്ത ഒരു സാധനമാണ്, അത് പിന്നീട് ഉണ്ടായതാണ്. അപ്പൊ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. എന്നാണ് അള്ളാഹു അത് സൃഷ്ടിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാണ് നമ്മുടെ ശരീരവുമായി അതിന് ബന്ധമുണ്ടായത് എന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു കാലത്ത് ജീവിച്ചു. രണ്ടാമത്തെ ഭൂമിന്റെ മുകളിൽ നമ്മൾ ജീവിക്കുന്നു. മൂന്നാമത്തെ ഭൂമിന്റെ അകത്ത് ഖബറിൽ നമ്മൾ ജീവിക്കുന്നു. നാലാമത്തത് ഖബറിൽ നിന്നുള്ള പുനർജന്മം. ആ പുനർജന്മത്തിനോടനുബന്ധിച്ചുകൊണ്ട് മഹ്ശറിലും തുടർന്ന് അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹം ചെയ്യുന്ന രൂപത്തിൽ സ്വർഗത്തിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഈ 4 ലോകത്ത് കാര്യമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള അവസരം ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ്. ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന അവസരത്തിൽ മാത്രമാണ് ജല്ല ജലാലുവായ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നത്. ലോകത്തെ പടക്കുകയും അതിനെ പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന രാജാതിരാജനായ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇബാദത്ത് ചെയ്ത് മറ്റ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ള തസ്ബീഹുകളും ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹുവിനെ വാഴ്ത്തുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, അത് അള്ളാഹു ചെയ്ത വലിയ ഒരു നിഅമത്താണ്. അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് അവസരം തരിക എന്നുള്ളത് അള്ളാഹു ചെയ്ത നിഅമത്തുകളുടെ കൂട്ടത്തിൽ വലിയൊരു നിഅമത്താണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അള്ളാഹു ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ കൊടുക്കുകയാണ്. ഈ 10 ദിവസം നാം നിലകൊള്ളുന്ന ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ ദിവസങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഫലങ്ങൾ ഉള്ളതാണ് എന്ന് ഹദീസിൽ കാണാം. സ്വാലിഹായ അമലുകളൊക്കെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നല്ലതും പ്രതിഫലാർഹവുമായതാണ്. അപ്പൊ ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ വൽഫജ്രി വലയാലിൻ അശ്രിൻ വശഫഇ വൽവത്രി വല്ലൈലി ഇദാ യസ്രി ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജ്ർ എന്നുള്ള വൽഫജ്ർ സൂറത്ത് ഒരു 2 മിനിറ്റ് മതി അത് ഓതാൻ. 2 മിനിറ്റ് മതി അത് ഓതാൻ. മനപ്പാടമുള്ള ആളുകൾക്ക് അത് വളരെ എളുപ്പമാകും. ഫത്ഹുൽ മുഈനിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 1 മുതലേ സുന്നത്തുള്ള പല കാര്യങ്ങളിൽ പെട്ടതാണ് വൽഫജ്രി വലയാലിൻ അശ്ർ എന്നുള്ള സൂറത്ത് ഓതൽ. അത് എപ്പോഴും ഓതാം, രാത്രിയുമാകാം പകലുമാകാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ ആകാം. ഒരു പ്രത്യേകമായ സമയം അതിനൊന്നുമില്ല. ജോലി തിരക്കുകളും മറ്റൊക്കെ ഉള്ള ആൾക്കാർ ഔറാദുകളൊക്കെ രാവിലെ തന്നെ സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ അതൊക്കെ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകൾ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും സുബഹിക്ക് മുമ്പ് ചെയ്യും.
നേരത്തെ എഴുന്നേൽക്കും. എന്നിട്ട് ഔറാദുകളും ദിക്റുകളും ചെല്ലാനുള്ള ദിക്റുകളെല്ലാം സുബഹിന്റെ മുമ്പ് ചെയ്തിരിക്കും. എല്ലാം സുബഹിന്റെ മുമ്പ് തന്നെ ചെയ്ത് എന്നിട്ട് കുളിക്കുകയും ചെയ്ത് പഴയ കാലത്തൊക്കെ അലക്കാനുള്ളത് അലക്കുകയും ചെയ്ത് സുബഹിയാകുമ്പോഴത്തേക്ക് എല്ലാം ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ മറ്റ് ജോലികൾക്കൊന്നും ഒരു തടസ്സമില്ല. എല്ലാ കാര്യങ്ങളും പിന്നെ എല്ലാം നടക്കും. ഔറാദുകളൊക്കെ സുബഹിന്റെ മുമ്പ് ചെയ്താൽ വളരെ നല്ല സമയമാണ്. അള്ളാഹുമായി മുനാജാത്ത് നടത്താനും അള്ളാഹുമായി പിന്നെ ബന്ധപ്പെടാനും ദ്വാരക്കാനും എല്ലാറ്റിനും പറ്റിയ സമയമാണ്. ശാന്തമായ സമയമാണ്. ശബ്ദകോലാഹലങ്ങളോ ഒന്നുമില്ലാത്ത എല്ലാം ശാന്തമായിരിക്കുന്ന ഒരു സമയമാണ് സുബഹിന്റെ മുമ്പുള്ള സമയം. ആ സമയത്ത് ഇതെല്ലാം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ സുബഹി മുതൽക്ക് നമ്മുടെ മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അങ്ങനെ എഴുന്നേൽക്കാനും മറ്റും കഴിയണമെങ്കിൽ നേരത്തെ കിടക്കണം. നേരത്തെ കിടന്നെങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ. സൽഫുസാലിഹ്യങ്ങളായ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അവര് നേരത്തെ കിടന്ന് ആർക്കും ഒരു ശല്യമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും അവർ നിർവഹിക്കും. അള്ളാഹു നമുക്കും അങ്ങനൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ദുൽഹിജ്ജ 1 മുതൽക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു സുന്നത്താണ് വൽഫജ്രി ഓതുക എന്നുള്ളത്. മറ്റൊരു സുന്നത്താണ് അൻആം, ആടുമാട് ഒട്ടകങ്ങളെ അഥവാ ഉദഹിയത്ത് അറക്കാൻ ഉതകുന്ന അതിന് പറ്റുന്ന മൃഗങ്ങളൊക്കെ കണ്ടാൽ തക്ബീർ ചെല്ലുക എന്നുള്ളത് മറ്റൊരു സുന്നത്താണ്. അതിനെ കണ്ടാലും അതിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും അതിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും തക്ബീർ ചെല്ലൽ സുന്നത്താണ് എന്നുള്ളത് രണ്ടാമത്തെ ഒരു സുന്നത്താണ്. മറ്റൊരു സുന്നത്താണ് ഉദഹിയത്ത് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ശരീരത്തിലെ രോമങ്ങളും നഖങ്ങളും ഒന്നും ഉദഹിയത്ത് അറക്കുന്നത് വരേക്കും നീക്കം ചെയ്യാതിരിക്കുക, ഒഴിവാക്കാതിരിക്കുക എന്നതൊരു സുന്നത്താണ്. നിർബന്ധിത സാഹചര്യത്തിൽ അത് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പേന് കൂടുതലാവുകയോ അല്ലെങ്കിൽ ചൊറിച്ചിൽ കൂടുതലാവുകയോ ഇങ്ങനൊക്കെ ചെയ്താൽ നീക്കുന്നത് കൊണ്ട് വിരോധമില്ലെങ്കിലും നീക്കാതിരിക്കലാണ് അവിടെ സുന്നത്തുള്ളത്. ഒന്നും നീക്കാതിരിക്കലാണ് സുന്നത്തുള്ളത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോട് കൂടെ തന്നെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ധാരാളം സ്ഥലങ്ങളിൽ കിതാബുകൾ കാണാം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട ഒരു ദിവസമാണ് ഗീബത്ത്, നമീമത്ത് പോലോത്ത അതിൽ നിന്നും ഹറാമ് കേൾക്കുക, കാണുക പോലോത്തിൽ നിന്നൊക്കെ വിട്ടുനിൽക്കലും സുന്നത്തുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഇനി അതിലുള്ള പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ. ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ നോമ്പ് നോൽക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ നോമ്പ് നോറ്റിട്ടുണ്ട്. അങ്ങനെ നോമ്പ് നോൽക്കാറുണ്ട്. 3 കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. എന്നാൽ അങ്ങനെ 1 മുതൽക്ക് തന്നെ നോമ്പ് നോൽക്കാൻ കഴിയാതിരുന്നാൽ യൗമു തർവിയ ദുൽഹിജ്ജ 8, നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ചൊവ്വാഴ്ച, വരുന്ന ചൊവ്വാഴ്ച, അന്ന് ദുൽഹിജ്ജ 8 യൗമു തർവിയ ഹാജിമാർ മിനയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണെന്ന്. അപ്പൊ ആ ദിവസം പ്രധാനപ്പെട്ട സുന്നത്താണ് നോമ്പ് നോൽക്കൽ ദുൽഹിജ്ജ 8-നും. പിന്നെ ദുൽഹിജ്ജ 9 അറഫ. ആ അറഫ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കൊല്ലത്തെ ദോഷവും അഥവാ നിലവിലുള്ള ഒരു കൊല്ലത്തെ ദോഷവും ഇപ്പോൾ നിലവിലുള്ള ഒരു കൊല്ലത്തെ ദോഷം ഈ അറഫ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുമെന്നും ഇനി വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ദോഷം കൂടി ഈ അറഫ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 കൊല്ലത്തെ ദോഷങ്ങൾ ഈ അറഫയിലെ ഒരു ദിവസത്തെ അറഫ നോമ്പ് എന്ന് പറയുന്ന ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാരെ അറഫ നോമ്പ് നോറ്റാല് അക്കൊല്ലം ജീവിക്കുമെന്ന് ഏകദേശം ഉറപ്പാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറഫ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അക്കൊല്ലം ജീവിക്കും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അറഫ നോമ്പ് നോറ്റിയിട്ടില്ലെങ്കിൽ അക്കൊല്ലം മരിച്ചു പോകും എന്ന് വിചാരിക്കൊന്നും വേണ്ട. അപ്പോ അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമൊക്കെ നടക്കും. അങ്ങനെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും വലിയ പ്രതിഫലമുള്ളതാണ് അറഫ ദിവസത്തിലെ നോമ്പ്. അറഫ ദിവസം അതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ബുധനാഴ്ചയാണ്. അന്ന് കൂടുതൽ അമലുകൾ ചെയ്യുക. അതോടുകൂടെ തന്നെ അറഫ ദിവസത്തിൽ അസറിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സാധാരണ പറയാറുള്ളതാണ്. അതിലിപ്പോ യുഹ്യി വയുമീത് ബിയദിഹിൽ ഖൈർ
എന്നുള്ള ഒന്ന് മാത്രമാണ് ഇപ്പൊ അതിൽ കൂടുതലുള്ളത്. ബാക്കിയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു മുൽക്കുൽ എപ്പോഴും പറഞ്ഞതല്ലേ. അപ്പൊ അതിൽ ബിയദിഹിൽ ഖൈർ എന്നുള്ളത് കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സാധാരണ ചെല്ലുന്നത് തന്നെ. അത് അസറിന്റെ ശേഷം 100 വട്ടം ചെല്ലലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്നാണ് നമ്മൾ അത്തഹിയ്യാത്തിൽ ചെല്ലാറുള്ളത്. അതിൽ ഇവിടെ ചെല്ലുമ്പോൾ ഫിൽ ആലമീന ഒഴിവാക്കിയിട്ടുണ്ട്. ഫിൽ ആലമീന ഇല്ലാതെ ഇന്നക ഹമീദും മജീദ് എന്നാണ്. ഫിൽ ആലമീന ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ചെല്ലിച്ചിട്ട് കുഴപ്പമില്ല, കാണുന്നത് അങ്ങനെയാണ്. ഫിൽ ആലമീന ഒഴിവാക്കിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് വഅലൈനാ മഅഹും എന്നത് കൂട്ടുകയും ഫിൽ ആലമീന ഒഴിവാക്കുകയും ചെയ്തിട്ട് അത് 100 വട്ടവും ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് 100 വട്ടവും മഹാന്മാരായ സലഫു സാലിഹീങ്ങളായ ആൾക്കാർ അസറിന്റെ ശേഷം അറഫാ ദിവസത്തിൽ പതിവാക്കിയിരുന്നതാണ്. അതോടുകൂടെ തന്നെ മറ്റൊരുപാട് ദിക്റുകളൊക്കെ ദിക്റിന്റെ കിതാബുകളിലൊക്കെ കാണാം. അങ്ങനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട, അള്ളാഹു ഉത്തരം നൽകുന്ന ദിവസമാണ് അറഫാ ദിവസം, അഥവാ വരുന്ന ബുധനാഴ്ച പകൽ സമയത്തും ബുധനാഴ്ചക്ക് ശേഷമുള്ള രാത്രിയിലും എല്ലാം വളരെ കൂടുതൽ പുണ്യമുള്ളതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ വരുന്ന ബുധനാഴ്ച അറഫാ ദിവസം അന്ന് സുബഹി മുതൽക്ക് സുബഹി നിസ്കാരം മുതൽക്ക് തന്നെ നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ ആ തക്ബീർ അത് നമുക്കുള്ളത് വലിയനാക്ക് മാത്രമാണ്. നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ ചെല്ലുന്ന തക്ബീർ വലിയനാക്ക് മാത്രമാണ് ഉള്ളത്. അപ്പൊ ആ തക്ബീർ സ്റ്റാർട്ട് ചെയ്യുന്നത് നിസ്കരിച്ച ഉടനെ, അത് ഫർദ് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ ഏത് നിസ്കാരമായിരുന്നാലും നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ തന്നെ 3 തക്ബീർ ചെല്ലൽ, അല്ലെങ്കിൽ അതിൻ്റെക്കാൾ കൂടുതൽ. 3 തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ 3 അത് പിന്നീട് നമുക്ക് ചെല്ലുമ്പോൾ 9 അങ്ങനെ 3 തക്ബീർ ചെല്ലൽ സലാം വീട്ടിയ ഉടനെ തന്നെ 3 തക്ബീർ ചെല്ലൽ സുന്നത്താകുന്ന അത് വരുന്ന ബുധനാഴ്ച സുബഹി മുതൽക്ക് അത് ആരംഭിക്കും. ആ ബുധനാഴ്ച സുബഹി മുതൽക്ക് ആരംഭിച്ച് അത് ഞായറാഴ്ച അസർ വരേക്കും നീണ്ടും. ഞായറാഴ്ച അസർ വരേക്കും എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും മയ്യിത്ത് നിസ്കാരമായിരുന്നാലും ഏത് നിസ്കാരമായിരുന്നാലും സലാം വീട്ടിയ ഉടനെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ തക്ബീർ ചെല്ലല് സുന്നത്തുണ്ട്. ഇനി അഥവാ സലാം വീട്ടിയ ഉടനെ തക്ബീർ ചെല്ലാൻ മറന്നുപോയാൽ അത് ദുആയും ഔറാദുകളൊക്കെ ചെല്ലിയതിന് ശേഷം അത് വീണ്ടെടുക്കാവുന്നതാണ്, അത് ചെല്ലാവുന്നതാണ്. അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, മനഃപൂർവ്വം ഒഴിവാക്കിയാലല്ല, മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവനക്ക് ദുആക്ക് കഴിഞ്ഞതിന് ശേഷം ആ തക്ബീർ ചെല്ലാവുന്നതാണ്. അപ്പോൾ അവനക്ക് അതിന്റെ സുന്നത്തിന്റെ കൂലി കിട്ടും എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള ഒരു തക്ബീർ, പിന്നീട് അത് ബുധനാഴ്ച മഗ്രിബ് മുതൽക്കുള്ള തക്ബീറാണ്. ബുധനാഴ്ച മഗ്രിബ് മുതൽക്ക് അത് ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നത് വരേക്കും എപ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. വീട്ടിലായിരുന്നാലും നടക്കുമ്പോഴായിരുന്നാലും അങ്ങാടിയിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും എപ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നത് വലിയ പ്രതിഫലമുള്ളതാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഉണ്ടാവുമ്പോൾ അതെടുക്കലാണ് കൂലി. ഇപ്പൊ തക്ബീർ ചൊല്ലൽ സുന്നത്താന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഖുർആൻ ഓതലല്ല കൂലിയുള്ളത്. അത്തഹിയാത്ത് ഓതുമ്പോ അത്തഹിയാത്ത് ഓതാൻ വേണ്ടി പറഞ്ഞെടുത്ത് ഫാത്തിഹ ഓതാൻ പറ്റില്ലല്ലോ. അത്തഹിയാത്ത് അത് ഖുർആനല്ലല്ലോ. പക്ഷെ അത്തഹിയാത്ത് ഓതേണ്ട സ്ഥലത്ത് അത്തഹിയാത്ത് ഓതണം, അതിനാണ് പ്രതിഫലമുള്ളത്. അത്തഹിയാത്തിന്റെ സ്ഥലത്ത് ഫാത്തിഹ ഓതിയെ പറ്റൂലല്ലോ. ഫാത്തിഹ ഓതിയെ പറ്റൂല എന്ന് മാത്രമല്ല, ചില പണ്ഡിതന്മാര് സൈബിന്റെ സുജൂദ് ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓരോന്നും നമ്മോട് കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്യലാണ് ഏറ്റവും പ്രതിഫലം. ബാക്കിയുള്ളത് ഒഴിവാക്കിയിട്ട് അത് ചെയ്യലാണ് പ്രതിഫലം. അപ്പൊ പെരുന്നാളിന്റെ ഇപ്പൊ ഉദാഹരണമായിട്ട് ബുധനാഴ്ച മഗ്രിബ് മുതൽക്ക് നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് തക്ബീറാണ്. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ തക്ബീർ ചൊല്ലലാണ്, എപ്പോഴും തക്ബീർ ചൊല്ലലാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ തക്ബീർ ചൊല്ലല് അതാണ് പ്രധാനപ്പെട്ട സുന്നത്തുള്ളത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പെരുന്നാൾ പകലിലും പെരുന്നാളിന് ശേഷമുള്ള രാത്രിയും ഒക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന ദിവസവും അള്ളാഹ്ക്ക് വലിയ സന്തോഷമുള്ള ദിവസവുമാണ്. അപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോട് കൂടെ തന്നെ കുടുംബത്തിലൊക്കെ പോകലും അവർക്ക് എന്തെങ്കിലും സദഖ ചെയ്യലും, ഈ ദിവസങ്ങളിലൊക്കെ സദഖ ചെയ്യലും വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ ഈ ദിവസത്തിൽ നമുക്ക് അള്ളാഹു
വളരെ പ്രധാനപ്പെട്ട സുന്നത്താക്കി തന്ന ഒന്നാണ് ഉദഹിയത്ത്. ഉദഹിയത്ത് വളരെ സുന്നത്തും മുഅക്കദത്തുല്ലി കുല്ലി മുക്കല്ലഫിൻ ഹുർരിൻ റഷീദിൻ ഖാദിൻ, കഴിവുള്ള ആളുകൾക്ക് ഉദഹിയത്ത് അറുക്കൽ. ഈ കഴിവുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാ? ഉദഹിയത്ത് അറുക്കാൻ കഴിവുള്ള ആള് എന്ന് പറഞ്ഞാൽ ആരാ? കഴിവുള്ള ആളെന്ന് പറഞ്ഞാൽ ബിഅൻ അദറകഹ ഫാദിലത്തൻ മിൻ ഹാജത്തിഹി വഹാജത്തി മമൂനിഹി യൗമൽ ഈദി വലൈല. അപ്പോ പെരുന്നാൾ പകൽ, പെരുന്നാളിന്റെ രാത്രി. പെരുന്നാളിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് വ്യാഴാഴ്ച പകലും ആ പകല് കഴിഞ്ഞതിന് ശേഷമുള്ള രാത്രിയും. ചിലപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ മുമ്പുള്ള രാത്രി പരിഗണിക്കാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ പകല്, ആ പകല് കഴിഞ്ഞതിന് ശേഷമുള്ള രാത്രി. ഇതില് അവന്റെ ആവശ്യം, അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ആവശ്യവും കഴിഞ്ഞ് അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ ആരൊക്കെയുണ്ടോ അവരുടെ ആവശ്യം കഴിഞ്ഞ് അവനക്ക് മിച്ചമുണ്ടെങ്കിൽ അവൻ ഉദഹിയത്ത് അറുക്കണം. അവന്റെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ അവൻ ഉദഹിയത്ത് അറുക്കണം. അങ്ങനെ ഉദഹിയത്ത് അറുക്കൽ അവനക്ക് സുന്നത്ത, മുഅക്കദായ സുന്നത്ത്, വളരെ പ്രബലമായ സുന്നത്താണ്. ചില പണ്ഡിതന്മാരെ നിർബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മദ്ഹബിൽ അത് മുഅക്കദായ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഒഴിവാക്കിയാൽ കറാഹത്താവും. ഒഴിവാക്കിയാൽ അത് കറാഹത്താവും. ഈ കഴിവുള്ള ആൾക്കാർ അത് ഒഴിവാക്കിയാൽ കറാഹത്താവും. ഈ കഴിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രം കഴിവുണ്ടായാൽ മതി. അപ്പൊ ആ കഴിവുള്ള ആൾക്കാര് ഉദഹിയത്ത് അറുക്കണം. അപ്പൊ ഒരു പുരയില് ബാപ്പ മകന് ഇവരെല്ലാരും കൂടി താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ ഒരാൾ അറുത്താൽ, ബാപ്പ അറുത്തിട്ടുണ്ടെങ്കിൽ, രക്ഷിതാവ് അറുത്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള ആളുകൾ തൊട്ട് അവരറുക്കാതിരുന്നാൽ കറാഹത്ത് ഒഴിവായി പോകും. മറ്റുള്ള ആളുകൾ തൊട്ട് ഒരു വീട്ടിൽ ഒരാൾ അറുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ തൊട്ടിട്ട് അതിന്റെ കറാഹത്ത്, അറുക്കാതിരുന്ന കറാഹത്ത് ഒഴിവായി പോകും. ഒരു വീട്ടിൽ അങ്ങനെ ഒരു മസ്അല മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഫൈഖുറലഹു തെർക്കുഹ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഒഴിവാക്കൽ കറാഹത്താക്കപ്പെടും. ഒഴിവാക്കൽ കറാഹത്താണ്. ഉദഹിയത്ത് അറക്കൽ സുന്നത്തുള്ള വ്യക്തി അത് ഒഴിവാക്കൽ കറാഹത്താണ്. നേരെ മറിച്ച് ഈ വീട്ടിലുള്ള രക്ഷിതാവ് അറുത്താൽ മറ്റു മക്കൾക്ക് കഴിവുണ്ടെങ്കിൽ തന്നെ അവരൊഴിവാക്കിയാൽ അത് കറാഹത്താവൂല. അപ്പൊ അവരിലേക്ക് ചേർത്തിക്കൊണ്ട് അത് സുന്നത്തി കിഫായിയായി മാറും. അപ്പൊ അതുകൊണ്ട് കറാഹത്താവുകയില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കഴിവുള്ള വ്യക്തിക്ക് ഏറ്റവും സുന്നത്തുള്ളത് 7 ആടുകൾ അറക്കലാണ്. ഏറ്റവും സുന്നത്തുള്ളത്. കഴിവുള്ള ആൾക്കാരൊക്കെ അങ്ങനൊക്കെ ചെയ്തു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിവ് തന്നത് ആ കഴിവനുസരിച്ച് നമ്മൾ ജീവിക്കാനാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായത് 7 ആടുകൾ അറുക്കലാണ്. ഒരു വ്യക്തിക്ക് കഴിവുണ്ടെങ്കിൽ അവനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് 7 ആടുകൾ അറുക്കലാണ്. അങ്ങനെ 7 ആടുകളെ അറുക്കാൻ, അത് ഞാൻ പറഞ്ഞത്, കഴിവുള്ള ആൾക്കാർ ഈ സുന്നത്തുകളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സുന്നത്തും എല്ലാവർക്കും എടുക്കാൻ വേണ്ടി തൗഫീഖ് കൊടുത്തിട്ടില്ല. ചില സുന്നത്തുകൾ ചിലവർക്ക് എടുക്കാൻ വേണ്ടി തൗഫീഖ് കൊടുത്തു. ഇപ്പൊ നമുക്ക് ഹുഫന്റെ മേൽ തടകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുഫന്റെ മേൽ തടകൽ പലപ്പോഴും തടയിട്ടുണ്ട്, യാത്രയിലൊക്കെ തടയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ വെല്ലൂരിൽ നിന്നൊരു ഹുഫ വാങ്ങിച്ചു. ഒരു ഹുഫ അത് അന്വേഷിച്ച് പിടിച്ചിട്ട് ഹുഫ കിട്ടി. അങ്ങനെ വെല്ലൂരിൽ നിന്ന് ബാക്കിയാത്തിലെ ഉസ്താദുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവിടെ ഹുഫ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് തമിഴ്നാട്ടിൽ, ഒരു സ്ഥലത്തുണ്ട്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെ സുന്നത്തുകളൊക്കെ കറക്റ്റായിട്ട് നിർവഹിക്കുന്ന ആളുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. സുബഹിന്റെ മുമ്പ് തന്നെ പള്ളിയിലേക്ക് വന്ന്, ചെറുപ്പക്കാരും മറ്റുള്ളവരൊക്കെ സുബഹിന്റെ മുമ്പ് തന്നെ പള്ളിയിലേക്ക് വന്ന് അങ്ങനെ സുബഹിയാകുന്നവരെ ഖുർആൻ ഓതി സുബഹിന്റെ ശേഷം സൂര്യോദയം വരെ പള്ളിയിലിരുന്ന് എന്നിട്ട് 2 റക്അത്ത് ഇശ്റാഖിന്റെ സുന്നത്തും ദുഹക്ക് നിസ്കരിച്ചിട്ട് പോകുന്ന നല്ലൊരു സമ്പ്രദായം തമിഴ്നാട്ടിലുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ചിട്ടയോടുകൂടി ജീവിക്കുന്ന നല്ല പ്രദേശങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അത് ധാരാളം ആലിമ്യങ്ങളും ഒക്കെ അവിടെയൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ടിപ്പു സുൽത്താനൊക്കെ ഭരണം നടത്തുകയും അങ്ങനെ വലിയ നല്ല നല്ല രാജാക്കന്മാര് ഭരണം നടത്തി ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിക്കാനൊക്കെ സൗകര്യമുള്ള ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ വർഗീയത വളരെ കുറവാണ്. മുസ്ലിമീങ്ങളോടൊക്കെ വലിയ സ്നേഹവും ആദരവും ഒക്കെ ഇപ്പോഴും ഉള്ള ആളുകളാണ്. ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ഞങ്ങൾ വെല്ലൂരൊക്കെ പഠിക്കുമ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നീണ്ട നിര കാണും. ഹിന്ദു പെണ്ണുങ്ങള് ചെറിയ മക്കളായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കണാണ്. ഓരോന്ന് ഊതാൻ വേണ്ടിയിട്ട്. ഈ നിസ്കരിച്ച് വരുന്ന ആൾക്കാർ ഉഫു എന്നൊരു ഒറ്റ ഊത്ത് കിട്ടാനാണ്. കാരണം അള്ളാഹിനോട് ദ്വാരന്ന് വരുന്ന ആൾക്കാരാണ്, ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. ഓരോരു ഊത്ത് കിട്ടിയ ഒരു കുട്ടികളുടെ സോക്കടൊക്കെ മാറും,
കുട്ടികൾ നന്നാവുമെന്ന പ്രതീക്ഷയാണ്. അപ്പൊ അതിന് ഞങ്ങളൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന്റെ മുമ്പ് തന്നെ വന്നിട്ടുണ്ടാവും. പള്ളിക്ക് പോണതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ടാവും. കുട്ടികളെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും മലപ്പോലും. അപ്പം ഭർത്താക്കന്മാരും കൂടെ ഉണ്ടാവും. ആ നേരത്തെ വരണമെങ്കിൽ ഭർത്താക്കന്മാരും കൂടെ വന്നിട്ട് നീണ്ട ക്യൂ ഉണ്ടാവും. എന്നിട്ട് ഓരോരുത്തർ ഫൂ ഫൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഊതി കൊടുക്കും. അങ്ങനെ അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ സമ്പ്രദായം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഒരൊറ്റ സീറ്റ് തമിഴ്നാട്ടിൽ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. അത് ഒരൊറ്റ സീറ്റ് പ്രാവശ്യം കിട്ടിയതാണ്. മുമ്പ് അതും ഉണ്ടായിരുന്നില്ല. ഒറ്റൊന്നും കിട്ടി. നമ്മൾ 3 കൊടുത്തപ്പോൾ ഒരു എങ്ങനെയോ ഒന്നാണ് പോലപ്പുറത്ത് കിട്ടിയത്. നമ്മളെ ചിന്താഗതിയൊക്കെ മാറിയിട്ടുണ്ട്. അത് എല്ലാവരും കൂടി മെനക്കെട്ട് മാറ്റിയെടുക്കേണ്ടി വരും. അതിനൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് അതിനൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. അത് വേറെ കാര്യം. അപ്പോ അവിടെ അങ്ങനത്തെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അവരാ നേരത്ത് ആ രൂപത്തിൽ വന്ന സുന്നത്തുകളൊക്കെ എടുക്കുന്ന ഒരു പ്രദേശമാണ് തമിഴ്നാട്. അപ്പൊ അവിടെ ഇപ്പോഴും ഹുഫ കിട്ടും. നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഹുഫ നിർമ്മിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ ഹുഫ നിർമ്മിക്കുന്ന സ്ഥലമുണ്ട്. ഹുഫ അവിടെ നിർമ്മിക്കുന്നുണ്ട്. നല്ല ആടിന്റെ തോല് കൊണ്ട് ആ ഹുഫ ഉണ്ടാക്കും. ആടിന്റെ തോല് കൊണ്ട് വലിയ പൈസ ഒന്നും 500-600 രൂപ കൊടുത്താൽ ആ സാധനം കിട്ടും. അപ്പൊ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുഫന്റെ മേൽ തടങ്ങിയിരുന്നു. അപ്പൊ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ഇപ്രാവശ്യം ഞാൻ യാത്ര പോയപ്പോ സെർഹിന്ദിലേക്കൊക്കെ പോയപ്പോ ഹുഫിട്ടിട്ടാ പോയത്. അപ്പൊ ആ ഹുഫന്റെ മേൽ തടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുഫന്റെ മേൽ തടങ്ങിക്കണല്ലോ. അപ്പൊ നമുക്ക് ആ സുന്നത്ത് കിട്ടണമല്ലോ. എപ്പോഴെങ്കിലും നമ്മൾ ആ സുന്നത്ത് ചെയ്യണമല്ലോ. ഇതേമാതിരി ഓരോ സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി നമുക്ക് എടുക്കാൻ കഴിയണം. ഒരു 7 ആടിനൊക്കെ അറക്കാൻ പറ്റുന്ന ആൾക്കാർ 7 ആടിനെ അറുത്ത് അയൽവാസികൾക്കൊക്കെ കൊടുത്ത് പെരുന്നാൾക്ക് കൊടുത്താൽ അത് എന്തോ ഒരു രസീകാരം. ഒരു ആട്ടിറച്ചി, ഒരു 1 കിലോ ആട്ടിറച്ചിയൊക്കെ പെരുന്നാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം വലിയ വിലയുള്ളതാണ്. ഏകദേശം നമ്മുടെ മഹല്ലത്തിലെ ഒരു 60% വീടുകളിൽ ആട്ടിറച്ചിക്കൊന്നും മേടിക്കാൻ കഴിവില്ലാത്തവരാണ്. അവർക്കൊന്നും ചിലപ്പോൾ ഒരു ആട്ടിറച്ചി തന്നെ അവർ കഴിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് അതിനൊക്കെ പ്രയാസങ്ങളുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ഭയങ്കര പ്രയാസം നമ്മുടെ മഹല്ലത്തിലുണ്ട്. അതൊക്കെ എല്ലാറ്റിലും കാണുന്നുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ എല്ലാ വിഷയങ്ങളിലും അത് കാണുന്നുണ്ട്. അത് അള്ളാഹു ദൂരീകരിച്ച് തെരുമാറാകട്ടെ. പിന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ അതൊക്കെ പലതും അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് വലിയ പ്രയാസം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിലൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഈ സന്ദർഭമൊക്കെ മുതലാക്കാൻ കഴിയണം. ആ സന്ദർഭമൊക്കെ മുതലാക്കിക്കൊണ്ട് ആവശ്യമുള്ള സംഗതികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിപ്പോ 100 രൂപ ചെലവഴിക്കാൻ കഴിവുള്ള ആളുണ്ടാവും, 10,000 രൂപ ചെലവഴിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെ അതിന്റെ തോതുകളൊക്കെ വ്യത്യസ്തമായ രൂപത്തിലാണല്ലോ ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും ശരി, പറഞ്ഞു വരുന്നത് ഫസ്റ്റ് സുന്നത്ത് അതാണ്. ഉദഹിയത്തിൽ ആദ്യ സുന്നത്ത് 7 ആടുകൾ. ആടാവുമ്പോൾ 2 വയസ്സാവണം. 2 വയസ്സ് കഴിയാത്തത് ഉദഹിയത്ത് ഇറക്കാൻ പറ്റൂല. അങ്ങനെ 7 ആടുകളാണ് അറക്കേണ്ടത്. അങ്ങനെ കഴിയാതെ വന്നാൽ പിന്നെ ഒരു പോത്ത്, അത് പോത്താകാം, കാളയാകാം, മൂരിയാകാം, എരുമയാകാം, പശുവാകാം, ഏതുമാകാം. അതും 2 വയസ്സ് പൂർത്തിയായ ഒന്നിനെ പൂർണ്ണമായി അറക്കുക. 2ാമത്തെ സ്ഥാനം അതാണ്. അങ്ങനെയും കഴിയാതെ വന്നാൽ അവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് 7-1 ഷെയർ കൂടുക. 3ാം സ്ഥാനമാണ്. 7-1 ഷെയർ കൂടുക എന്നുള്ളത് 3ാം സ്ഥാനമാണ്. അത് ഞാനിവിടെ വന്നപ്പോൾ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഇവിടെ അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നില്ല. ഷെയർ കൂടിയിട്ട് ഒന്നിച്ചറക്കുക എന്നുള്ള ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ല. ചുങ്കത്തും ഉണ്ടായിരുന്നില്ല, കാവുകളും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ന്യൂസിലാൻഡ് ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് നിശ്ചയില്ല. ഇവിടെ 3 സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെയാണ് നാം ആദ്യം നടപ്പാക്കിയത്. മേലെ പറമ്പിൽ നടപ്പാക്കിയതിനു ശേഷമാണ് മറ്റു 2 സ്ഥലങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. അതിന്റെ മുമ്പ് നിങ്ങൾ കേൾക്കണം. നമ്മൾ കമ്മിറ്റി അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ചുങ്കത്തും മറ്റൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് തുടങ്ങിക്കുന്നത്. അത് ചെയ്തത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഈ ഒരു സമ്പ്രദായം നടപ്പിലാകാൻ വേണ്ടി ചെയ്തതാണ്. അതോടുകൂടെ പിന്നെ അത് നമ്മൾ കുറ്റിപ്പുറത്തും അങ്ങനെയാണ്. വാപ്പ ചെയ്തതാണ്. വാപ്പയാണ് അത് ചെയ്തത്. കുറ്റിപ്പുറത്തും ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടുന്ന് പഠിച്ചതാണ്. കുറ്റിപ്പുറത്ത് കാണുന്നതും അതിന്റെ സംവിധാനങ്ങളൊക്കെ വാപ്പ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന് നമുക്ക് അത് വലിയ പ്രചോദനമായിട്ടാണ് ഞാനത് ഇവിടെ നടപ്പിലാക്കിയത്. അപ്പോ അതും അഫ്ദലായ രൂപം. ഒരാൾ ഉദഹിയത്ത് അറക്കുമ്പോൾ ഓന്റെ വീട്ടുമുറ്റത്ത് വെച്ച് അറക്കലാണ് അഫ്ദൽ. ഇതൊക്കെ ഇത്തരം ക്ലാസ്സുകളിൽ ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ. അതിന് പിന്നെ വെള്ളിയാഴ്ച തന്നെ കൂടി പറയാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ വെള്ളിയാഴ്ച പറയാനുണ്ടാവും. വീട്ടുമുറ്റത്ത് വെച്ച് വല്ല കുടുംബക്കാരുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് അറക്കലാണ് ഏറ്റവും അഫ്ദൽ. ഒരാളെ ഉദഹിയത്ത് അറക്കുകയാണെങ്കിൽ അങ്ങനെ വീട്ടുമുറ്റത്ത് വെച്ച് അറക്കലാണ് അഫ്ദലുള്ളത്. വീട്ടുമുറ്റത്ത് എന്ന് പറഞ്ഞാൽ പരിസരത്ത് മുറ്റം എന്നൊരു പ്രയോഗമാണ്. അത് തൊടിയിൽ എവിടെ വെച്ചിട്ടായിരുന്നാലും മതി. അതാണ് ഏറ്റവും അഫ്ദലായ രൂപം.
അതിനൊക്കെ നമുക്കൊരുപാട് പ്രായോഗിക തടസ്സങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമ്മളത് മറ്റു സ്ഥലത്തേക്കൊക്കെ മാറ്റി വെക്കുന്നത്. ഈ അഫ്ദലായ രൂപം അതാണ്. ഇങ്ങനെ ചെയ്യലാണ് ഉദഹിയത്തിലെ ഒന്നാമത്തെ സ്ഥാനമെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഉദഹിയത്തിന്റെ മൃഗത്തിന് ആ ന്യൂനതയുള്ള മൃഗങ്ങളൊന്നും ഉദഹിയത്ത് ഇറക്കാൻ പറ്റില്ല. ചില ന്യൂനതകൾ ഉദഹിയത്തിന്റെ മൃഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മണിയുടച്ച മൃഗങ്ങൾ, അത് കുഴപ്പമൊന്നുമില്ല. മണിയുടച്ച മൃഗങ്ങൾ അതിനെ ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഉടഞ്ഞ മൃഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഗർഭിണികളായ മൃഗങ്ങൾ ഉദഹിയത്ത് ഇറക്കാൻ പറ്റില്ല. ഗർഭിണികൾ അല്ലാത്തതിനെ ഉദഹിയത്ത് ഇറക്കാൻ പറ്റുള്ളൂ. അതോടുകൂടെ ഉദഹിയത്ത് ഇറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന മൃഗത്തിന് ന്യൂനത ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ മൃഗം പിന്നീട് ഉദഹിയത്തിന് വേണ്ടി കെട്ടുമ്പോഴോ അല്ലെങ്കിൽ കെട്ടുമ്പോഴോ അതിന് ന്യൂനത വന്ന് മുറിവുകളോ ചതവുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അത് ഉദഹിയത്ത് ഇറക്കാൻ പറ്റില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടതിന്റെ ചില ആൾക്കാർ ഈ മൃഗത്തിന് കെടുത്തിയിട്ട് ആ വാല് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കും. അങ്ങനെ വലിക്കുമ്പോൾ ചരലോ മറ്റോ ഉണ്ടെങ്കിൽ ഈ മൃഗത്തിന്റെ തോൽ അരിഞ്ഞു പോകും, അതിന് മുറിവ് വന്നു പോകും. ആ രൂപത്തിലാണെങ്കിൽ മനഃപൂർവ്വം ചെയ്താൽ അതിന് ന്യൂനത വന്നാൽ പിന്നെ ഉദഹിയത്ത് ഇറക്കാൻ പറ്റില്ല. അപ്പൊ ഉദഹിയത്തിന്റെ മൃഗത്തിൽ ന്യൂനത വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മനഃപൂർവ്വം അല്ലാത്ത രൂപത്തിൽ ന്യൂനത വന്നു എങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. യാദൃശികമായിട്ട് ഓന്റെ വീഴ്ച കൊണ്ടൊന്നുമല്ല, അറിയാതെ ന്യൂനത വന്നാൽ അതിനെ ഉദഹിയത്ത് ഇറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ചെവി പാടെ മുറിക്കപ്പെട്ടത്, ചെവി പറ്റ ഇല്ലാതായത്, നേരെ മറിച്ച് ചെവി പറ്റ ഇല്ലാതായത്, അങ്ങനെ അല്പമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ ചെവി ഇല്ലാതെ ആയി പോയ മൃഗം, അത് ഉദഹിയത്ത് ഇറക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ചെവിക്ക് വിള്ളല് വന്നു, അല്ലെങ്കിൽ ഓട്ട വന്നു, ചെറിയൊരു വിള്ളലോ അല്ലെങ്കിൽ ഓട്ടയോ വന്നു, അതൊക്കെ മൃഗത്തിന് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഈ ചെവിക്ക് ചെറിയ ഓട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെവിക്ക് ആ രൂപത്തിൽ ഓട്ട വന്നാൽ ആ മൃഗത്തെ ഉദഹിയത്ത് അറക്കാൻ പറ്റുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചെറിയൊരു ഓട്ട അല്ലെങ്കിൽ ചെറിയൊരു വിള്ളല്, ചെവി മുറിക്കപ്പെട്ടാൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ ചെവി മുറിക്കപ്പെട്ട് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഉദഹിയത്ത് ഇറക്കാൻ പറ്റുന്നതല്ല. അതേപോലെ ചെവിക്ക് ചൊറി വന്നു, ചെവിക്ക് ചൊറിയുള്ള മൃഗമാണെങ്കിൽ ആ മൃഗത്തെയും ഉദഹിയത്ത് ഇറക്കാൻ പറ്റൂല. അതേപോലെ കാഴ്ചയില്ലാത്തത്, തീരെ കാഴ്ചയില്ലാത്ത മൃഗമാണ്, അതിനെയും ഉദഹിയത്ത് ഇറക്കാൻ പറ്റില്ല. നേരെ മറിച്ച് വെള്ളം ഒലിക്കുന്നുണ്ട്, കണ്ണിന്നിങ്ങനെ വെള്ളം ഒലിക്കുന്ന മൃഗമാണ്, അല്ലെങ്കിൽ രാത്രി കാണാത്ത മൃഗമാണ്. ചില മൃഗങ്ങൾക്ക് രാത്രി കാഴ്ച ഉണ്ടാവില്ല. അങ്ങനത്തെ മൃഗത്തെ ഉദഹിയത്ത് ഇറക്കുന്നത് കൊണ്ടിട്ട് വിരോധമില്ലെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. പല്ല് മുഴുവനും നഷ്ടപ്പെട്ടു, പല്ല് മുഴുവനും കൊഴിഞ്ഞുപോയി, അങ്ങനത്തെ മൃഗത്തെയും ഉദഹിയത്ത് ഇറക്കാൻ പറ്റൂല. അതേപോലെ നാവിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെയും ഉദഹിയത്ത് ഇറക്കാൻ പറ്റൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും കൂടി നോക്കുമ്പോൾ കൊമ്പുള്ള മൃഗമാണ് ഏറ്റവും നല്ലത്. രണ്ട് മൃഗത്തിനെ അറക്കാം. കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും കൂടി നോക്കുമ്പോൾ കൊമ്പുള്ളതാണ്. ഇനി കൊമ്പുള്ള മൃഗത്തിന്റെ കൊമ്പ് പൊട്ടിയാലോ അതിന് ഉദഹിയത്ത് ഇറക്കുന്നതുകൊണ്ട് വിരോധമില്ല. കാരണം കൊമ്പ് ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ടതല്ല. കൊമ്പുള്ള മൃഗത്തിന്റെ കൊമ്പ് പൊട്ടിയാൽ ഉദഹിയത്ത് ഇറക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അകിട് വാല് പോലത്തത് മുറിഞ്ഞു പോയാൽ, അത് അല്പം മുറിഞ്ഞു പോയിരുന്നാലും ശരി, അത് മനഃപൂർവ്വമായിട്ട് മുറിഞ്ഞു പോയാൽ, നേരെ മറിച്ച് ചിലതിന് വാലില്ലാതെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, സൃഷ്ടിപ്പിൽ തന്നെ വാലുണ്ടാവില്ല. അങ്ങനെ സൃഷ്ടിപ്പിൽ തന്നെ വാലില്ലാത്തതിനെ ഉദഹിയത്ത് ഇറക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഈ വാല് മുറിക്കുകയോ മുറിഞ്ഞു പോവുകയോ ചെയ്താൽ അതിനെ ഉദഹിയത്ത് ഇറക്കാൻ പറ്റൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുടന്തുള്ളത്, ശരീരത്തിലാകെ ചൊറിയുള്ളത്, പറ്റ് മെലിഞ്ഞത്, ഇതെല്ലാം ഉദഹിയത്ത് ഇറക്കാൻ പറ്റാത്തതാണ്. മുടന്തുള്ളതോ, മുടന്ത് നമ്മുടെ കാരണം കൊണ്ടുണ്ടായതാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ വന്ന് അതേതെങ്കിലും കിണറ്റിലെ എവിടെയും വീണ് അങ്ങനെ വീണിട്ട് എനിക്ക് ഇത് വന്ന് മുടന്ത് വന്നാൽ അതിനെ ഉദഹിയത്ത് ഇറക്കാൻ പറ്റൂല. നേരെ മറിച്ച് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് തന്നെ എനിക്ക് മുടന്ത് വന്നാൽ, തകരാറ് വന്നാൽ ഉദഹിയത്ത് ഇറക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിറത്തിന്റെ വിഷയത്തിൽ
ഏറ്റവും നല്ലത് വെള്ള നിറമാണ്. വെള്ള നിറമുള്ള മൃഗമാണ് ഉലഹിയത്തിനും അക്കീകത്തിനും. ഈ കുട്ടികളുടെ അക്കീകത്ത് അറക്കാനൊക്കെ ഏറ്റവും നല്ലത് അതാണ്. നല്ല വെള്ള നിറമുള്ളതാണ്. പിന്നെ വെള്ള നിറം കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും നല്ലത് മഞ്ഞ നിറമുള്ളതാണ്. മഞ്ഞ നിറത്തിലാണ് രണ്ടാമത്തെ സ്ഥാനം. പിന്നീട് ഏറ്റവും സ്ഥാനമുള്ളത് ചാരനിറത്തിലേക്കാണ്. വെണ്ണീറിന്റെ പോലത്തെ ഈ ചാരനിറത്തിനാണ് പിന്നീട് ഏറ്റവും സ്ഥാനമുള്ളത്. പിന്നീട് സ്ഥാനമുള്ളത് ചുവപ്പിനാണ്. പിന്നീട് സ്ഥാനമുള്ളത് കറുപ്പിനാണ്. ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനമാണ് കറുപ്പ്. അതിന് ലാസ്റ്റ് സ്ഥാനമാണ്. ഏറ്റവും ലാസ്റ്റാണ് കറുപ്പിന്റെ സ്ഥാനം. ഏറ്റവും ഫസ്റ്റ് സ്ഥാനം കൊടുത്തിരിക്കുന്ന വെള്ള കഴിഞ്ഞിട്ട് മഞ്ഞ കഴിഞ്ഞിട്ട് ചാരനിറമുള്ളത്, അത് കഴിഞ്ഞിട്ട് ചുവപ്പ്, അത് കഴിഞ്ഞിട്ടാണ് കറുപ്പ് നിറത്തിന് സ്ഥാനം പറഞ്ഞിട്ടുള്ളത്. ഇനി ഉലഹിയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉലഹിയത്തിൽ നിയ്യത്ത് ചെയ്യണം, അറുക്കണം, അതോടുകൂടെ തന്നെ അത് വിതരണം ചെയ്യണം. നിയ്യത്ത് ചെയ്യുക, അറുക്കുക, അത് വിതരണം ചെയ്യുക. ഈ 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും അഫ്ദൽ. സ്വന്തമായി നിയ്യത്ത് ചെയ്യുക, സ്വന്തമായി അറുക്കുക, സ്വന്തമായി വിതരണം ചെയ്യുക, ഇതൊക്കെ സ്വന്തമായി ചെയ്യലാണ് ഏറ്റവും അഫ്ദൽ. അപ്പൊ അങ്ങനെ സ്വന്തമായി ചെയ്യാൻ കഴിയാതെ വന്നാൽ മറ്റൊരാളെ ചുമതലപ്പെടുത്താം, വക്കീലാക്കാം, മറ്റൊരാളെ ചുമതലപ്പെടുത്താം. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും. നിയ്യത്ത് സ്വന്തമായി ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഉലഹിയത്തിന്റെ മൃഗം, ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉലഹിയത്താകുന്നു, ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉലഹിയത്താകുന്നു, അല്ലെങ്കിൽ ഇതിന് 7-1 എന്റെ സുന്നത്താക്കപ്പെട്ട ഉലഹിയത്താകുന്നു. ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉലഹിയത്താന്ന് പറഞ്ഞാലും മതി. 7-1 ആകുമ്പോ തന്നെ ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉലഹിയത്താണ് എന്നാ മൃഗത്തെ കാണുമ്പോൾ, നമ്മളെ മൃഗത്തെ കാണുന്ന അവസരത്തിൽ നമുക്ക് പറഞ്ഞാൽ മതി. ഇപ്പോ നമ്മളിപ്പോ നമ്പർ ഇട്ടിട്ട് നമ്മളത് ഔട്ട് ചെയ്യും. 1-ാം നമ്പറിൽ ഇന്ന ആൾക്കാർ, 2-ാം നമ്പറിൽ ഇന്ന ആൾക്കാർ, 3-ാം നമ്പറിൽ ഇന്ന ആൾക്കാരെന്ന് ഔട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ നമ്പർ നോക്കിയിട്ട് അവരുടെ മൃഗത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മൃഗത്തെ മനസ്സിലാക്കിയപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ചെയ്യാറുള്ളത് അതിന് പെയിന്റ് അടിക്കും. നല്ല ഉഷാറായിട്ട് എന്നിട്ട് അതിന്റെ പുറത്ത് എഴുതി വെക്കും A1 B1 എന്നൊക്കെ എഴുതിയിട്ട്, എന്നിട്ട് അത് ഒന്നായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് A1ന്റെ ആൾക്കാർ ഇന്ന ആൾക്കാർ, B1ന്റെ ആൾക്കാർ ഇന്ന ആൾക്കാർ, B2ന്റെ ആൾക്കാർ ഇന്ന ആൾക്കാർ എന്നുള്ള ലിസ്റ്റ് പ്രഖ്യാപിക്കും. അപ്പൊ ആളുകൾക്ക് അത് മനസ്സിലാക്കാനും, അവിടെ ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാർ അറക്കുന്നത് കൊണ്ട് ഈ ഇന്നിന്ന മൃഗങ്ങളെ അറക്കുന്നത് ഇന്ന ആള്, അയാളുടെ ഫോൺ നമ്പർ, ഇന്നിന്ന മൃഗങ്ങളെ 1-ാം നമ്പർ 2, 3, 4 അതിനെ അറക്കുന്ന ആള് ഇന്നാണ്, അയാളുടെ ഫോൺ നമ്പർ, അത് എഴുതിയിട്ട് പള്ളിയിൽ പ്രസിദ്ധീകരിക്കും. അത് നോട്ടീസ് ബോർഡിലുണ്ട്. അങ്ങനെയാവുമ്പോൾ ഇവർക്കത് നോക്കിയിട്ട് അവരുമായി ബന്ധപ്പെടാം, ആ അറുക്കുന്ന ആളുമായി നേരത്തെ തന്നെ ബന്ധപ്പെടാം. എന്നിട്ട് ആ അറുക്കുന്ന ആൾക്ക് വക്കാലത്ത് കൊടുക്കാം. അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം നേരത്തെ അറിയാൻ സാധിക്കും. ഇപ്പോൾ അതിനൊക്കെ സംവിധാനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വന്നാൽ, നിയ്യത്ത് നമുക്ക് സ്വന്തം ചെയ്യാതെ വന്നാൽ നിയ്യത്ത് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കാം. ആ ആള് നിയ്യത്ത് ചെയ്താൽ മതി. ഇത് അബൂബക്കറിന്റെ സുന്നത്താക്കപ്പെട്ട ഉലഹിയത്താവുന്നു, എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നിയ്യത്ത് ചെയ്താൽ മതി. എന്നെ ഏൽപ്പിച്ചതാണ്, അവരുടെ സുന്നത്താക്കപ്പെട്ട ഉലഹിയത്താണോ നിയ്യത്ത് ചെയ്യണം. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ, പെണ്ണുങ്ങൾ, ഇവർക്കൊക്കെ സ്വന്തം നിയ്യത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ഭർത്താവിനെയോ കുട്ടികളെയോ ആരെങ്കിലും അത് ഏൽപ്പിക്കാവുന്നതാണ് നിയ്യത്ത്. രണ്ടാമത്തത് അറവാണ്. അറവ് സ്വന്തം മറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ അറക്കുകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിയദിഹി ശരീഫത്തി, റസൂലുള്ളാഹിന്റെ ആ കൈ കൊണ്ട് തന്നെ അറുത്തു എന്ന്. ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരാളിനോട് ചോദിച്ചു, റസൂലുള്ള അറുത്തുകളല്ല ഉസ്താദ് അറുത്തുകളെന്ന് വെച്ചെന്നോട്. ഞാൻ അറുത്തുകണ്, അങ്ങനെ സ്ഥിരമായിട്ട് അറക്കലൊന്നും ഇല്ല. കോയിന് മുമ്പ് എപ്പോഴും അറുത്തിരുന്നു. ഒരിക്കല് ആടിനെ അറുത്തിട്ടുണ്ട്, ഒരിക്കലൊറ്റ പോത്തിനെ അറുത്തിട്ടുണ്ട്. അത് എപ്പോഴും അറുത്തിട്ടില്ല. അപ്പൊ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ? സുള്ള പോത്തിനെ അറുത്തിട്ടില്ല, ഒട്ടകത്തിനെ അറുത്തിട്ടുള്ളൂ. അന്നവിടെ പോത്തുണ്ടായിരുന്നില്ല. ഏതുണ്ടായിരുന്നുള്ളൂ? ഒട്ടകത്തിനെയാണ് സുള്ള അറുത്തത്. 63 ഒട്ടകത്തിനെ നിർത്തിയിട്ടാണ് അറക്കുക, കിടത്തിയിട്ടല്ല അറക്കുക. ഒട്ടകത്തിനെ നിർത്തിയിട്ട് കുത്തി അറക്കുക. ഒരു ഒറ്റ കുത്തു കൊടുത്തിട്ട് അങ്ങനെ വലിക്കണം. ഒരു കുത്തണ്ട് കൊടുക്കും, ഒരൊറ്റ വലിക്കും. അങ്ങനെ നിർത്തിയിട്ടാണ് ഒട്ടകത്തിന് നിർത്തി അറക്കലാണ് സുന്നത്തുള്ളത്. മറ്റു മൃഗങ്ങൾ കിടത്തി അറക്കലാണ് സുന്നത്ത്. കിടത്തി അറക്കുമ്പോൾ ഇടത് ഭാഗത്തിന്റെ മേൽ കിടത്തിയിട്ട് വലത്തെ കാല് കെട്ടാതെ ഒഴിവാക്കണം. ഇടത് ഭാഗത്തിന്റെ മേൽ കിടത്തിയിട്ട് വലത്തെ കാല് കെട്ടാതെ ഒഴിവാക്കണം. നമുക്കത് കഴിഞ്ഞോളണമെന്നില്ല. വലത്തെ കാല് കെട്ടാതിരുന്ന ചിലപ്പോൾ അറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ 2 കാലും കൂടി കൂട്ടി കെട്ടിയിട്ടാണ് ഇവിടെ കറക്കാറുള്ളത്. അല്ലെങ്കിൽ ശല്യം ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് വലത്തെ കാല് കൂടി കെട്ടിയിട്ടാണ് നമ്മൾ അറക്കാറുള്ളത്. ഇടത് ഭാഗത്ത് കിടത്തിയിട്ട്
വലത്തെ കാല് ഒഴിവാക്കിയിട്ട് അറക്കണം എന്നാണ്. അതാണ് സുന്നത്തായ രൂപം. കഴിയുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ആയിരുന്നാലും അറുത്ത് കഴിഞ്ഞ ഉടനെ കെട്ടഴിക്കണം, ഉടനെ തന്നെ അഴിക്കണം. അതിന് കിടന്ന് പടയാനുള്ള അവസരം കൊടുക്കണം, ഉടനെ കെട്ടഴിക്കണം. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 തന്നെ, 63 അറക്കാൻ എന്ത് ആരോഗ്യമാണ്. 63 ഒരേ സമയത്ത് അറക്കണേന്ന് എന്ത് ആരോഗ്യം വേണം. അത് ഒട്ടകാണ് സാധനം. ആ ഒട്ടകത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തു എന്നാണ് ഹദീസിൽ കാണുന്നത്. അപ്പൊ സ്വന്തമായി അറക്കാൻ കഴിവുള്ള ആൾക്കാർ അങ്ങനെ തന്നെ അറക്കണം, അല്ലെങ്കിൽ അത് ഒരാളെ ചുമതലപ്പെടുത്തണം. അറവുകാരനെ സംബന്ധിച്ചിടത്തോളം അറവുകാരന്റെ ചുമതല അവൻ മുസ്ലിം ആയിരിക്കണം. അതേപോലെ തന്നെ ബുദ്ധിയുള്ള പുരുഷനായിരിക്കണം, പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള പുരുഷനായിരിക്കണം. കുട്ടികൾ അറുക്കുന്നത് അത് കറാഹത്താണ്. കുട്ടികൾ അറുക്കുന്നത്, പെണ്ണിനെ അറുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഈ അറവുകാരൻ റജുല് ആവലേതാണ്, സുന്നത്താണ്. കൗനുദ്ദാബിഹ റജുലൻ. അപ്പൊ കുട്ടി അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. സുന്നത്ത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആള് ആവലാണ്. മുസ്ലിമായ ആളായിരിക്കണം. മുസ്ലിം അല്ലാത്ത ആളാകുമ്പോ പിന്നെ അനുവദിക്കപ്പെട്ട ജൂതന്മാരും ക്രിസ്ത്യാനികളും ആകാം. അതിലിപ്പോ ക്രിസ്ത്യാനികള് അനുവദിക്കപ്പെട്ടവരായി കിട്ടാൻ പണിയാണ്. ജൂതന്മാരിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ജൂതന്മാരായ ആൾക്കാർ അനുവദിക്കപ്പെട്ട ജൂതന്മാരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്ത്യാനികളിൽ കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ ഏതായിരുന്നാലും മുസ്ലിമീങ്ങളായ ആൾക്കാരെ അറുക്കുമ്പോ ബിസ്മി ചെല്ലൽ സുന്നത്താണ്. ബിസ്മി ഒഴിവാക്കി എന്ന് വിചാരിച്ച് അറിവ് സഹിയാവില്ല. ബിസ്മി ഒഴിവാക്കി എന്ന് വിചാരിച്ച് അറിവിന് കുഴപ്പമൊന്നുമില്ല, അറിവൊക്കെ സഹിയാവും. അറുക്കുന്ന ആള് മുസ്ലിം ആകണം. അതേപോലെ തന്നെ കത്തി നല്ല മൂർച്ച കൂട്ടണം. അറുക്കുന്നതിന് മുമ്പ് ഒന്ന് മൂർച്ച കൂട്ടുന്ന ഒരു പതിവ് മുമ്പുണ്ടായിരുന്നു. നമുക്ക് ഒരു കല്ലുണ്ടാവും, ആ കല്ലുമ്പോ അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ടാണ് അറക്കാൻ പോലെ. നേരത്തെ ഓൾറെഡി ആ കത്തി മൂർച്ച ഉണ്ടെങ്കിലും അറക്കണതിന് മുമ്പൊന്ന് മൂർച്ച കൂട്ടും. അങ്ങനെ പതിവ് മുമ്പുണ്ടായിരുന്നു. ആ കല്ലുമ്പൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് അറക്കും. അത് സുന്നത്തുള്ള ഒരു കാര്യമാണ്. അറക്കുന്നതിന് മുമ്പ് ഒന്ന് മൂർച്ച കൂട്ടും. മൂർച്ച കൂട്ടുമ്പോ ഈ മൃഗം കാണാതിരിക്കലും സുന്നത്താണ്. മൂർച്ച കൂട്ടുന്ന അവസരത്തിൽ മൃഗം അത് കാണാതിരിക്കുക, മൂർച്ച കൂട്ടുന്നത് കാണാതിരിക്കുക. മറ്റൊരു മൃഗത്തെ അറുക്കുന്നത് ഈ മൃഗം കാണാതിരിക്കുക സുന്നത്താണ്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ കുറഞ്ഞ സ്ഥലമാണെങ്കിൽ ഒരു ദാർപ്പായ രണ്ടാളിങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഈ മറ്റു മൃഗങ്ങളെ കെട്ടി ആ മൃഗങ്ങൾ അറുക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കും. അത് സുന്നത്തുള്ള കാര്യമാണ്. ഈ മൃഗത്തിനെ അറുക്കുന്ന മറ്റേ മൃഗം കാണരുത്. അവർക്കത് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അതിന്റെ സ്വഭാവം മാറും. അത് ചിലപ്പോൾ അക്രമം ഉണ്ടാകും, അങ്ങനൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കത്തി മൂർച്ച കൂട്ടുന്നതും അറുക്കുന്നതും മറ്റേ മൃഗം കാണാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യണം. മറ്റേ മൃഗം കാണാതിരിക്കാനും അതോടുകൂടി തന്നെ ഈ രക്തം ഇങ്ങനെ ഒഴുകിയിട്ട്, ഞാനൊരു സ്ഥലത്ത് കണ്ടു, ഈ മൃഗത്തിനെ അറക്കാൻ വേണ്ടി കിടക്കുന്ന മൃഗം അവിടെ അതിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ മറ്റൊരു മൃഗത്തിനെ അറുത്തിട്ട് ആ മൃഗത്തിന്റെ രക്തം നേരെ ഈ കിടക്കുന്ന മൃഗത്തിന്റെ അടുത്തേക്ക് നീച്ചു. അത് പറ്റൂല. അത് നീച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അത് പോകാനും സ്ഥലമില്ല. അതൊക്കെ വലിയ അനീതിയാണ്. അങ്ങനെ ചെയ്യരുത്. ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒറ്റ സ്ഥലത്താണ് ഞാൻ കണ്ടത്. ഹക്കീക്കത്ത് അറക്കുമ്പോ കണ്ടെന്ന് വെച്ചാൽ, ഈ അറക്കുമ്പോ ഈ കിടത്തിയ മൃഗത്തിന്റെ അടുത്ത് ഒരു താർപ്പായ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിക്കണം. അപ്പൊ വെച്ചപ്പോ ഈ രക്തം മുഴുവൻ ആ താർപ്പായിലേക്കാണ്. രക്തം മുഴുവൻ താർപ്പയിലേക്ക്. എന്നിട്ട് അതൊരു കുഴി കൊണ്ടുപോയി കുഴിച്ചു. ഞാൻ പറഞ്ഞത് നല്ലൊരു പരിപാടിയാണ്. കാരണം ഈ രക്തമാണ് പിന്നെ വാസനിക്കുക. ഇതിന്റെ വാസന പോകാൻ ഭയങ്കര പണിയാണ്. ഈ രക്തത്തിന്റെ വാസന പോകാൻ ഭയങ്കര പണിയാണ്. അത് 2-3 ദിവസമൊക്കെ ചിലപ്പോൾ നിൽക്കും. ആ വാസന നമുക്കത് അനുഭവപ്പെടാത്തത് അത് നമ്മൾ അറക്കുന്ന സ്ഥലം കുറച്ച് ദൂരമായതുകൊണ്ടാണ്. നമ്മൾ കുറ്റിപ്പുറത്ത് ഞങ്ങൾക്കത് അനുഭവപ്പെടും. പള്ളിനോട് തൊട്ടടുത്തിട്ടാണ് അറക്കുക. 2-3 ദിവസം വരെ നിസ്കരിക്കാൻ പോകാൻ കഴിയില്ല. ഭയങ്കര വാസന. അത് ഈ രക്തത്തിന്റെ വാസന എത്ര ആയിരുന്നാലും അത് വാസനിക്കും. പ്രത്യേകിച്ച് വെയിലുണ്ട് ചൂടായി കഴിഞ്ഞാൽ വാസന വരും. അപ്പൊ ഇങ്ങനൊരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ കഴിയണം. അതിന്റെ അറക്കുമ്പോ അതിന്റെ രക്തം ഈ താർപ്പയിലേക്കാക്കിയിട്ട് അതൊരു കുഴി കൊണ്ടുപോയിട്ടാണ് കുഴിച്ചിടുകയാണെങ്കിൽ ഈ വാസന കുറെ കുറഞ്ഞു കിട്ടും. പിന്നെ അത് തന്നെയല്ല, മറ്റുള്ള മൃഗങ്ങളെ അടുത്തേക്ക് ഈ രക്തം പോകുന്ന വിഷയം വരൂല. നമുക്കിവിടെ മറ്റുള്ള മൃഗങ്ങളിലേക്ക് രക്തം പോകുന്ന വിഷയം വരുന്നില്ല. നമുക്കൊരു വിശാലമായ സ്ഥലം ഉള്ളത് കൊണ്ടിട്ട് അത് വരുന്നില്ല. ഏതായിരുന്നാലും മറക്കാൻ നമുക്ക് കഴിയണം. ഈ അറക്കപ്പെടുന്ന ആ മൃഗത്തിനെ അറക്കുമ്പോൾ മറ്റു മൃഗങ്ങൾ കാണാതിരിക്കാൻ എന്തെങ്കിലും മറവ് പിടിക്കുന്നത് അത് സുന്നത്തുള്ള കാര്യമാണെന്ന് കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ, അറക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കൽ സുന്നത്താണ്. വെറുതെ ഒന്നുമല്ല, പഴയ കാലം മുതൽ തന്നെ ഈ ശൈലി നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അറക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കൽ സുന്നത്താണ്.
അതേപോലെ തന്നെ അറിവിന്റെ സ്ഥലത്തേക്ക് വളരെ ആദരവോടുകൂടെ, ബഹുമാനത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ അതിനെ കൊണ്ടുപോകുന്ന സുന്നത്ത. വടിയൻ്റെ അടിച്ചിട്ടൊന്നും കൊണ്ടുവരും. നല്ല വട്ടത്തിന്റെ കാലുമ്പലൊക്കെ തട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഒന്നിങ്ങനെ ഒഴിഞ്ഞ ഒരു സന്തോഷമാണ് അതിനകത്ത്. തലന്റെ ഭാഗത്തൊക്കെ ഒന്ന് ഉഴിഞ്ഞെടുക്കുക, കാലിന്റെ ഭാഗത്തൊക്കെ ഒന്ന് ഉഴിഞ്ഞെടുക്കണതിന് സന്തോഷമുള്ള കാര്യം. അപ്പൊ അറിവിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ സ്നേഹത്തോട് വാത്സല്യത്തോടു കൂടെയാണ് അത് കൊണ്ടുപോകേണ്ടത് എന്ന് കിതാബിൽ കാണാം. പിന്നെ ഒരു സുന്നത്തുള്ള കാര്യമാണ് കിബിലാക്ക് മുന്നിടിച്ച് അറക്കുക. കിബിലാക്ക് മുന്നിടിച്ച് അറക്കുക എന്നുള്ള സുന്നത്താണ്. അറക്കുന്ന അവസരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അറക്കൽ. ഓരോ അറിവിലും അങ്ങനെ ഏതെങ്കിലും സുന്നത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അറക്കൽ സുന്നത്താണ്. അറക്കുമ്പോൾ സ്പീഡിൽ അറക്കണം, വളരെ സ്പീഡിൽ അറക്കണം. അഥവാ ഒരാൾക്ക് അറക്കുന്നതിൽ അങ്ങനെ അറുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് വല്ല പ്രയാസമോ മറ്റോ വന്നാൽ അയാൾ കത്തി ഉയർത്തുന്നതിന്റെ മുമ്പ് മറ്റൊരാൾക്ക് കൈ പിടിച്ചുകൊണ്ട് അറക്കാവുന്നതാണ്. ഇനി വിരോധമില്ല. കൈ ഉയർത്തുന്നതിന്റെ മുമ്പ് അവനക്കത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ അറിവ് സഹിയാവും, അല്ലെങ്കിൽ അറിവ് സഹിയാവും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ അങ്ങനെ വളരെ സ്പീഡിൽ തന്നെ അറക്കുകയും രണ്ട് ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്വാസനാളവും അന്നനാളവും മുറിയണം. ഇപ്പം നാളെ ഒരാൾ ഒരു ഫോട്ടോ കിട്ടിയിരുന്നു. ആ ഫോട്ടോയിൽ അയാൾ വ്യക്തമായി പറയുന്നുണ്ട്, ഒരാൾ തന്നെ കോയിനെ പിടിച്ച് അയാൾ തന്നെ അറക്കുന്ന സിസ്റ്റം വന്നാൽ അറിവ് സഹിയാകാൻ പ്രയാസമാണ്. ഒരാൾ തന്നെ കോയിനെ പിടി അയാൾ തന്നെ അറക്കുക. അങ്ങനെ ആവുമ്പോൾ അറിവ് സഹിയാകാൻ പ്രയാസമാണ്. അവിടെ ഈ അന്നനാളം മുറിഞ്ഞു കിട്ടും, ശ്വാസനാളം മുറിഞ്ഞു കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ അന്നനാളം മുറിയുന്നതോട് കൂടെ തന്നെ ശ്വാസനാളം കൂടി മുറിയണമെങ്കിൽ അത് ശരിയായിട്ട് ഒരാൾ പിടിച്ചു കൊടുക്കണം. അങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് മറ്റാൾ അറക്കണം. ഇത് ഒരാളിങ്ങനെ പിടിക്കുകയും ഒരാൾ പിടിച്ച് ഒരാൾ കട്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്ന അവസരത്തിൽ ഒരാൾ തന്നെ രണ്ടും കൂടി ചെയ്താൽ ഈ അന്നനാളവും ശ്വാസനാളവും കൂടി മുറിയാൻ വളരെ പ്രയാസമാണെന്ന് അയാൾ ശരിക്കും അവതരിപ്പിച്ച് തരുന്നുണ്ട്, ശരിക്കും കാണിച്ചിരുന്നുണ്ട്. അപ്പൊ അതിന് ഏതെല്ലാം വേണം? നമ്മളെ പഴയ സിസ്റ്റം തന്നെ, പഴയ കാലം മുതൽക്ക് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. കോയിനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്ന പിടിക്കേണ്ടതൊക്കെ ശരിക്കും കാണിച്ചു തരും. അപ്പൊ ഇവിടെ പിടിക്കുക എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എന്തെങ്കിലും മറക്കും. അപ്പൊ രണ്ടാള് തന്നെ വേണ്ടി വരും കോയിനറക്കാൻ, രണ്ടാള് തന്നെ വേണ്ടി വരും. അങ്ങനെ ആ കോയിനറുത്തിട്ട് അതിന് പടയാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കണം എന്നാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് മുറിയൽ നിർബന്ധമാണ്. അന്നനാളും ശ്വാസനാളും ഒറ്റയടിക്ക് തന്നെ മുറിയണം. അപ്പൊ അതിന് ഫുഖാക്കൾ പറഞ്ഞത് ഇങ്ങനെ അറുത്തിട്ട് പിന്നെ എങ്ങനെയും റൈറ്റും ലെഫ്റ്റും രണ്ട് ഭാഗത്തും കൂടി ഇങ്ങനെ ആക്കണം. ആക്ക് പെട്ടെന്ന് കഴിയണം. ഫസ്റ്റിൽ ആ സെന്ററിൽ തന്നെ ഇങ്ങനെ മൂരുന്നതോടുകൂടെ രണ്ട് സൈഡിലേക്കും മൂരണം. അങ്ങനെയാണ് കോയിനർക്കുക. അങ്ങനെ കോയിനർത്തെങ്കിലേ അറിവ് സഹിയാവുള്ളൂ. അറക്കുമ്പോൾ അബദ്ധത്തിൽ തല മുറിഞ്ഞു പോയാൽ അത് കറാഹത്താണെന്നേ ഉള്ളൂ. തല വേറിട്ട് പോയാൽ അറിവ് സഹിയാവായി ഒന്നുമില്ല. അങ്ങനെ വേറിട്ട് പോകൽ കറാഹത്താണ്. ആ രൂപത്തിൽ ചെയ്യുന്നത് കറാഹത്താണെന്ന് മഹാന്മാരായ ഫുഖാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിവിൽ ശ്രദ്ധിക്കുക. അങ്ങനെ അറുക്കൽ സ്വന്തമായി പറ്റുമെങ്കിൽ അങ്ങനെ സ്വന്തമായി അറക്കുക, അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കുക. എൻ്റെ ഈ സുന്നത്താക്കപ്പെട്ട ഈത്ത് അറക്കാൻ വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം. അങ്ങനെ തന്നെ പറഞ്ഞിട്ട് തന്നെ ഏൽപ്പിക്കണം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അറക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അറിവുകാരനെ ഏൽപ്പിക്കണം. ആ ഏൽപ്പന നേരത്തെ ആകാവുന്നതാണ്. ഞാനൊക്കെ നേരത്തെ ഏൽപ്പിച്ചിട്ടാണ് വരാറുള്ളത്. അപ്പൊ തന്നെ ആവണമെന്നില്ല. അത് ഏൽപ്പിക്കുന്ന ഫോൺ വിളിച്ചിട്ട് ഏൽപ്പിക്കാവുന്നതാണ്, നേരത്തെ തന്നെ ഏൽപ്പിക്കാവുന്നതാണ്. ഇവിടെ ഉദഹീത്ത് അറക്കുന്ന അവസരത്തിൽ ഞാൻ ഇവിടെ ആയിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ മേലുള്ളത് ഞാൻ നേരത്തെ തന്നെ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, നിയ്യത്തും ചെയ്തിട്ടുണ്ടാവും. ഒരു കാര്യം മാത്രം പിന്നെ ശ്രദ്ധിച്ചിട്ട് വരും, വിതരണത്തിന്റെ കാര്യം ബന്ധപ്പെട്ട സെക്രട്ടറിയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടോ, നമ്മളിത് വിതരണം ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ച് എന്ന് പറഞ്ഞ് വിതരണം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ചെയ്തു വരുന്നത് ഓരോ മൃഗത്തിന്റെയും ആളുകളെ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ആ മൃഗത്തിന്റെ വില അവരിൽ നിന്ന് വാങ്ങിക്കും. ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഉദഹീയത്തിന്റെ ഷെയർ 10,000 രൂപ. അങ്ങനെ 10,000 രൂപ ഓരോരുത്തർക്ക് ഷെയർ വാങ്ങിച്ചിട്ട് അങ്ങനെ കന്നുകൾ ഒന്നായിട്ടെടുക്കും. അങ്ങനെ കന്നുകൾ ഒന്നായിട്ട് എടുത്തിട്ട് വേർതിരിക്കൂല. ഇന്ന കന്ന് ഇന്ന 7 ആൾക്ക്, ഇന്ന കന്ന് ഇന്ന 7 ആൾക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ സംഖ്യ അവരിൽ നിന്ന് ഈടാക്കുന്ന സമ്പ്രദായമില്ലാതെ എല്ലാ കന്നുകൾക്കും കൂടി സംഖ്യ വാങ്ങിച്ചിട്ട് അങ്ങനെ അത് വിധിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റൂല.
നമ്മളിപ്പോൾ പൈസ വാങ്ങിക്കാം. പൈസ വാങ്ങിച്ചിട്ട് ഒരു കന്നിന് 75,000 ഉറുപ്പ ഉണ്ടെങ്കിൽ ആ 75,000 ഉറുപ്പന്റെ കന്നിന്റെ ആൾക്കാരെ മക്കളിൽ നിന്ന് അതിന്റെ ഷെയർ ആ രൂപത്തിൽ മേടിക്കണം. മറ്റൊരു കന്നിന് 90,000 രൂപയാണെങ്കിൽ അതിന്റെ ആൾക്കാരിൽ നിന്ന് കുറച്ച് കൂട്ടി മേടിക്കേണ്ടി വരും. മറ്റൊരു 1,00,000 ഉറുപ്പയാണെങ്കിൽ അതിന്റെ ആൾക്കാരിൽ നിന്ന് അത് കൂട്ടി മേടിക്കേണ്ടി വരും. ഏതായാലും നമ്മൾ നിർത്താൻ പോവാണ്. ഇതിനെ വിളിച്ചു വേണ്ട, നിർത്താൻ വേണ്ടി പോവാം. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ശൈലി ശരിയായ ശൈലിയാണ്. ചില കന്നിന് വില കൂടും. കന്നിന് വില കൂടുമ്പോൾ അതിന്റെ ഷെയറിന്റെ ഓണർമാർക്ക് വില കൂടും. ഇങ്ങനെ വേർതിരിച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തുടക്കത്തിലേ അത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ നടത്തി വരുന്നതാണ്. ചിലയിടത്തൊന്നും അത് ചെയ്യുന്നില്ല. അങ്ങനെ ആവുമ്പോൾ എല്ലാ കന്നിലും എല്ലാവരും ഭാഗവാക്കാവും. എല്ലാ കന്നിലും എല്ലാവരും ഭാഗവാക്കായാൽ ഉദഹിയത്ത് സഹിയാവുകയില്ല. അപ്പൊ അങ്ങനെ ഈ എന്റെ സുന്നത്താക്കപ്പെട്ട ഉദഹിയത്തിന്റെ മാംസം അത് വിതരണം ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചു. നമ്മളവിടെ ഓരോരുത്തരും അവരുടേതായ ഷെയറിൽ നിന്ന് തന്നെ എടുക്കും. എന്നിട്ടാണ് പിന്നെ ഒരുമിച്ച് കൂട്ടൽ. ഓരോരുത്തരും അവരുടേതായ ഷെയറിൽ നിന്നിട്ട് എടുത്തിട്ട് അവരെ മൃഗത്തിൽ നിന്ന് അവരെടുത്തിട്ട് പിന്നെ ഒരുമിച്ച് കൂട്ടി വെക്കും. നമ്മളിപ്പോ കുറ്റിപ്പുറത്ത് ചെയ്യാറുള്ളത് ഒരു മൃഗത്തെ അറുത്തിട്ട് ആ മൃഗത്തിന്റെ ഇറച്ചി മൂന്നാക്കിയിട്ട് 1/3 ഭാഗം 7ആക്കും. 2 ഭാഗം വിതരണത്തിന് വേണ്ടി സദഖക്ക് വേണ്ടി വെക്കും. 1/3 അതാണ് ഏറ്റവും അഫ്ദൽ. 2 വിതരണം ചെയ്തിട്ട് പരമാവധി 1/3 കവിയാത്തത് എടുക്കുക. എത്രയും എടുക്കാം. ഒരു പിടി മാത്രം സദഖ ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഓണർക്ക് എടുക്കാം. ഒറ്റ പിടി മാത്രം സദഖ ചെയ്ത് ബാക്കിയുള്ളത് ഓണർക്ക് എടുക്കുന്നതിന് വിരോധമില്ല. അപ്പോ അതിൽ നിന്ന് തന്നെ ആ നാട്ടിൽ കുറച്ച് മാത്രം സദഖ ചെയ്തിട്ട് ബാക്കിയുള്ളത് അടുത്ത നാട്ടിൽക്കും വിതരണം ചെയ്യാവുന്നതാണ്. ഉദഹിയത്ത് എവിടെയാണോ അറുത്തത് എങ്കിൽ ആ അടുത്ത നാട്ടിൽ കുറച്ച് മാത്രം ഒരു 2-3 കിലോ അവിടെ സദഖ ചെയ്ത് ബാക്കിയുള്ളതൊക്കെ മറ്റു സ്ഥലത്ത് സദഖ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഹക്കീക്കത്തിലും അങ്ങനെ തന്നെ. മുടിയൽച്ചലിലുള്ള അതും അങ്ങനെ തന്നെ. അവിടെ അറുത്ത സ്ഥലത്ത് കുറച്ച് സദഖ ചെയ്ത് ബാക്കിയുള്ളത് മറ്റു സ്ഥലത്ത് വിതരണം ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. കുറച്ചവിടെ സദഖ ചെയ്യണമെന്നേ ഉള്ളൂ. ഉദഹിയത്തിലും അങ്ങനെ തന്നെയാണ്. കുറച്ച് അവിടെ സദഖ ചെയ്യണം, ബാക്കി നമുക്ക് അടുത്ത മഹല്ലത്തിലും കുടുംബക്കാർക്ക് കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഏറ്റവും നല്ലത് കുറച്ചെടുത്ത് ബാക്കി മുഴുവനും സദഖ ചെയ്യണം. അത്യാവശ്യം എടുത്ത് ആ എടുക്കുന്നത് ഓണർ കുറച്ചെടുക്കുക, ആ എടുക്കുന്നത് കരൽ ഭാഗത്തു നിന്നാവുക. ഓണർ കുറച്ചെടുക്കുക, ആ എടുക്കുന്നത് കരൽ ഭാഗത്തു നിന്നാവുക. അതാണ് ഏറ്റവും അഫ്ദൽ. ഇനി അവർക്ക് ഫുള്ള് വില കുറച്ച് മാത്രം സദഖ ചെയ്ത് ബാക്കി മുഴുവൻ അവനെടുക്കാവുന്നതാണ്. പിന്നെ മധ്യമായ രൂപം 2/3 സദഖ ചെയ്യുക, 1/3 അവനെടുക്കുക. 2/3 സദഖ ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. 3 ഭാഗം. ഒരു കമ്മട്ടത്തിന് 3 ഭാഗമാക്കുകൊണ്ട് തൂക്കാനൊന്നും കയ്യിലല്ലോ. 3 ഭാഗമാക്കിയിട്ട് 2/3 വിതരണത്തിന് വേണ്ടി അങ്ങ് നീക്കും. 1/3 7 ആ ഷെയർ അവിടെ വെച്ചിട്ട് അതിന്റെ 7 ആൾക്കാർക്ക് കൊടുക്കും. അവരത് തന്നെ അവർക്ക് ലഭിക്കും. ഇവിടെ അങ്ങനെ തന്നെ ചെയ്യുന്നത്. അവരത് തന്നെ അവർക്ക് ലഭിക്കും. മറ്റു ചില സ്ഥലങ്ങളിൽ അങ്ങനെ കാണുന്നില്ല. അവരത് തന്നെ അവർക്ക് ലഭിക്കാൻ പ്രയാസമാണ്. ഒന്നായിട്ടാണ് കൂട്ടും. ഒന്നായിട്ട് കൂട്ടിയിട്ട് ഓരോ ഓണർമാർക്ക് കുറേശ്ശാണ്ട് കൊടുക്കും. 5 കിലോനോ 6 കിലോനോ അങ്ങനെ കൊടുക്കും. ഇത് ഇങ്ങനെയാക്കുമ്പോൾ അവരുടെ സാധനം തന്നെ അവർക്ക് കിട്ടുന്ന രൂപം വരും. അങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ കൂട്ടുമ്പോ ചില ആൾക്കാർ ചില സംശയങ്ങളൊക്കെ ഇപ്പൊ പറയാറുണ്ട്. അങ്ങനെ കൂട്ടുമ്പോ ഇവന്റെ ഈ ഇറച്ചിയിൽ നിന്ന് സാധുക്കളായ ആൾക്കാർക്ക് എത്തിക്കിടുന്ന ഇവർക്ക് ഉറപ്പുണ്ടാവുമോ? കാരണം ഇപ്പൊ നന്നായിട്ടൊരു കൂട്ടല്ലേ. ഈ കന്നിന്റെ 2/3 ഭാഗം കൂട്ടി, ആ കന്നിന്റെ 2/3 ഭാഗം കൂട്ടി, ഇത് ഒന്നായിട്ട് കൂട്ടിയിട്ടാണ് പിന്നെ പാക്ക് ചെയ്യുക. അല്ല ഇവിടെ ചെയ്യും. ഒന്നായിട്ട് കൂട്ടി പാക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ എന്റെ സദഖ ചെയ്യാനുള്ള ആ ഇറച്ചി അത് സാധുക്കൾക്ക് എത്തിക്കണോ ഇല്ലേ? സാധുക്കൾക്ക് എത്തണമല്ല, മുതലാളിമാർക്ക് കൊടുക്കേണ്ട വിരോധമൊന്നും ഇല്ലെങ്കിൽ സാധുക്കൾക്ക് കൊടുത്തിരിക്കണം. സാധുക്കൾക്ക് കൊടുത്തിരിക്കണം. അത് ഉറപ്പില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ശരിയാവൂലെന്നപ്പോ കഴിഞ്ഞല്ലോ ഒരു മൊയ്ലിയർ പറഞ്ഞു. അങ്ങനെ ശരിയാവൂലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്താൽ മതി എന്ന് വിചാരിച്ചാല്, ഞമ്മക്ക് 1/7 അവകാശമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിന് കുറച്ചുകൊണ്ട് സദഖ ചെയ്താൽ മതി. അതിന് കുറച്ച് സദഖ ചെയ്താൽ പിന്നെ ആ പ്രശ്നം തീർന്നു. നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അതിനാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സദഖ ചെയ്യാന്നുള്ള വിഷയം കഴിഞ്ഞു. ഇവരുടെ സംശയം ഉന്നയിക്കണം എന്താ വെച്ചാൽ ഇതെല്ലാം കൂടി കൂട്ടുകയാണ്. സദഖ ചെയ്യാനുള്ളത് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമ്മുടെ വിഹിതം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആ വിഹിതം ഒരു സാധുവായ ഒരു വ്യക്തിക്കെങ്കിലും എത്തണല്ലോ. അത് എത്തിയെന്നിങ്ങനെ ഉറപ്പു വരിക? കാരണം നമ്മളെ വിഹിതം ചിലപ്പോൾ കൊടുത്തത് ആർക്കാവൂലേ? മുതലാളിക്കാവൂലേ കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ചില ആൾക്കാർ ഇപ്പൊ സംശയം, കഴിഞ്ഞ കൊല്ലം മുതൽക്കാണ് ആ സംശയം ഉന്നയിച്ചു വന്നത്. അങ്ങനെ വന്നാൽ, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ
ഈ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ കൊണ്ടുവരുന്നതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ആർക്ക് കൊടുത്താൽ മതി? നമ്മുടെ അയൽവാസിക്കോ അല്ലെങ്കിൽ പെങ്ങൾക്കോ അല്ലെങ്കിൽ അതിനെ അവകാശപ്പെടുന്ന ജ്യേഷ്ഠൻക്കോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സംശയം തീർന്നുപോയി. അപ്പോ ഈ വിതരണം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നതോട് കൂടെ തന്നെ ഹഖീഖത്ത് ഉദഹിയത്തിന്റെ ഇറച്ചിയിൽ നിന്ന് വേവിച്ചുകൊണ്ടോ പച്ചയായിക്കൊണ്ടോ ആർക്കും തന്നെ ഒരു കാഫറായ മനുഷ്യർക്ക് അത് കൊടുത്തുകൂടാ. അത് തോലും കൊടുത്തുകൂടാ. അതേപോലെ തോലും അവർക്ക് വെക്കാൻ പറ്റൂല. അവര് ഇബാദത്തുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തോലും വെക്കാൻ പറ്റൂല, ഇറച്ചിയും അവനക്ക് കൊടുക്കാൻ പറ്റൂല. അക്കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് കടയിൽ നിന്ന് വേറെ മേടിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് കൊടുക്കാൻ പറ്റൂല. ഇതുമായി ബന്ധപ്പെട്ടത് വേവിച്ചിട്ടും കൊടുക്കാൻ പറ്റൂല, അതേപോലെ തന്നെ പച്ചയായിട്ടും കൊടുക്കാൻ പറ്റൂല. അത് മുസ്ലിമീങ്ങളായ ആളുകളിലേക്ക് തന്നെ എത്തണമെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യമാണ് ഉദഹിയത്തിൽ പ്രത്യേകമായി പറയാനുള്ളത്. നിയ്യത്ത്, അറവ്, വിതരണം, ഈ മൂന്നെണ്ണം സ്വന്തമായി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചെയ്യുക. ആ ഉദഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് നമ്മുടെ വിഹിതത്തിൽ നിന്ന് അല്പമെങ്കിലും സദഖ ചെയ്യണം. 2/3 സദഖ ചെയ്ത് പരമാവധി 1/3 മാത്രം ഉപയോഗിക്കലാണ് ഏറ്റവും അഫ്ദലായ രൂപം. അങ്ങനെ ചെയ്യലാണ്. അത് എത്ര ദിവസം നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. അത് വലിയ ബർക്കത്തുള്ള ഇറച്ചിയുമാണ്, നമ്മൾ തിന്നാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണ്. അത് നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ ബർക്കത്തുള്ളതാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഏറ്റവും അഫ്ദൽ അതാണ്. സ്വന്തമായി ചെയ്ത് കഴിയാതെ വന്നാൽ ആണ് 7 ഷെയറിൽ ഒന്നുള്ളത്. പക്ഷേ അതാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഷെയർ കൂടുന്നത് നന്നാവും. സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാടിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഷെയർ കൂടിയാലുള്ള ഗുണം എല്ലാ വീട്ടിലും, നമ്മുടെ മഹല്ലത്തിലെ എല്ലാ വീട്ടിലും ഇറച്ചി എത്തുക എന്നല്ല. ഒരാൾ ഒറ്റക്കറുത്താൽ എങ്ങനെയാലും നടക്കൂല. അയാളാണ് കുടുംബക്കാർക്കും ബന്ധപ്പെട്ട ആൾക്കാർക്കും കൊടുക്കലേ നടക്കുള്ളൂ. ഇതാകുമ്പോൾ അതോടുകൂടെ തന്നെ ഒരു അവകാശം എന്ന രൂപത്തിലാണ് മഹല്ലുകാർ അത് കൊണ്ടുപോകുക. ഒരു ഔദാര്യം എന്നുള്ള രൂപത്തിൽ അത് ഞങ്ങളെ അവകാശമാണ്, മഹല്ലിന്റെ നമ്മളെ അവകാശം, ഒരു അഭിമാനത്തോട് കൊണ്ടുപോകുക. മറ്റത് അങ്ങനല്ല. മറ്റത് ഇപ്പോൾ ഓൻ്റെ ഇറച്ചി, മറ്റോൻ്റെ ഇറച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും. മഹല്ല് ചെയ്യുന്നതിനൊക്കെ നല്ല വിലയുണ്ട്. സമൂഹത്തിന്റെ ഇടയിൽ എല്ലാ കാലത്തും വിലയുണ്ട്. അപ്പൊ നമ്മൾ റിലീഫ് നടത്തുമ്പോൾ, നമ്മുടെ നാട്ടിൽ റിലീഫ് നടത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മദ്രസ ഫുള്ളാവും. മദ്രസ വെച്ചിട്ടാ കൊടുക്കുക. ഏകദേശം ഒരു 300 വീട്ട് 250-300 വീട്ടുകാർക്ക് കൊടുക്കും. റമദാന്റെ തലേന്നോ അല്ലെങ്കിൽ റമദാൻ 1-2 ആകുമ്പോൾ കൊടുക്കും. അതിനുവേണ്ടി ഫുള്ളായിട്ട് ആ സംഗതി നടക്കുന്നതിന് മുമ്പ് തന്നെ സദസ്സ് നിറഞ്ഞിട്ടുണ്ടാവും. അത് വാങ്ങിച്ചു കൊണ്ടുപോകും. അപ്പോഴാണ് പലരും വിഷമിക്കുന്ന ആൾക്കാരാണെന്ന് അപ്പോഴാണ് മനസ്സിലാവും. നമ്മൾ പുറമെ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അത് ആ സന്തോഷത്തോടു കൂടെ മഹല്ലിൻ്റെത് കൊണ്ടുപോകുന്നത് അതൊക്കെ വലിയൊരു സന്തോഷമാണ്. ആ മഹല്ലിൻ്റെ എങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതുപോലെ ഒരു നാണക്കേടൊന്നുമില്ല. മഹല്ലിൻ്റെതായതുകൊണ്ട് നാണക്കേടില്ല. വളരെ സന്തോഷത്തോടുകൂടെ കൊണ്ടുപോകുന്നത് കാണാം. വളരെ ക്ഷമയോടുകൂടെ വന്നിരുന്ന് അതൊക്കെ പെട്ടെന്ന് നടക്കുക. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, മഹല്ലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിന് അതിൽ വലിയൊരു വിലയാണ്. ഓരൊരു അവകാശമായിട്ടാണ് സമൂഹം എന്ത് ചെയ്യാൻ കാണാം, ഒരു ഔദാര്യമായിട്ടുള്ള സമൂഹം കാണാം. അങ്ങനെ ഗുണം ഇതിലുണ്ട്, സംഘടിച്ചിട്ടുണ്ട്. എല്ലാ വീട്ടിലും നമ്മളിപ്പോ കഴിഞ്ഞൊല്ലൊക്കെ ഒരു 3-3.5 കിലോ ഇല്ലേ, ഒരു 3.5 കിലോ ഇറച്ചിയൊക്കെ നല്ല ഫ്രഷ് ഇറച്ചി, നല്ല പോത്തിറച്ചി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ സന്തോഷം. 2-3 ദിവസം സുഖമായിട്ട് കഴിച്ചുകൂടെ? 2-3 ദിവസം നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ കഴിയും. അങ്ങനെ ഒരു സംവിധാനം ഈ കൂട്ടായിട്ടുള്ളതിലുണ്ട്. അപ്പൊ ഇത് ചിലപ്പോ ഇതായിരിക്കും അഫ്ദലായിട്ട് വരിക. ഫുഖഹാ ഇങ്ങനെ തർത്തീബായി പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും കൂടി ഇത് ഏതായിട്ട് വരും, ഒരു അഫ്ദലായിട്ട് വരും. പിന്നെ കുട്ടികളും മറ്റൊക്കെ അതിൽ സജീവമാകണം. ഈ അർത്ഥിട്ടിട്ട് ഇപ്പൊ കഴിഞ്ഞൊല്ലം നമ്മളവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായി. കുറച്ച് മൃഗങ്ങൾ കൂടി ഈ നന്നാക്കുന്ന ആൾക്കാർ ഭയങ്കര വളവന്മാരാണ്. ഓലെന്ത് കുറച്ചുകൂടി നന്നാക്കിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോകാൻ 2-3 പോകും. പിന്നെ ഒരു വരില്ല. ഓല് പിന്നെ വേറെ എവിടേക്കും പോകും. ഓല് ചായ കുടിക്കാൻ തന്നെ നമ്മുടെ അടുത്തോണ്ട് പോവാ. ചായ കുടിക്കാൻ തന്നെ നമ്മുടെ അടുത്തോണ്ട് പോയിട്ട് പിന്നെ ഓല് വേറെ എവിടെയും പോയിട്ട് ഇറക്കാണ്. അപ്പൊ നമ്മളതും കിട്ടണം, ഓലതും കിട്ടണം. ഇത് കിടന്നിട്ട് രാവിലെ 8-9 മണിക്ക് അറുത്ത ഒരു മൃഗം ചിലപ്പോൾ 1 മണി 1:30 മണിയാവും നന്നാക്കാൻ. 1 മണിക്കൊക്കെ നന്നാക്കുമ്പോൾ അതിനെ ചീർത്തു പോലും. അത് പ്രശ്നം ഉണ്ടായി അവിടെ. അതിൻ്റെ ആള് വന്ന് വെച്ചപ്പാടുണ്ടാക്കൂലേ. വൈകിട്ട് നന്നാക്കാൻ വൈകി, അറുത്തിട്ട് പിന്നെ നന്നാക്കാൻ വൈകിയാൽ അത് ചിലപ്പോൾ നാശമായി പോകും.
അപ്പൊ അതിനിപ്പോ ഞാൻ ജാബറിനെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ നമ്മളിപ്പോ ഒന്നായിട്ട് തന്നെ ഇറക്കണം, ഈ വർഷം ഏതായിട്ട് തന്നെ ഇറക്കണം, ഒന്നായിട്ട് ഇറക്കണം, പെട്ടെന്ന് ചെയ്യണം, അതിന് പണിക്കാരെ കൂട്ടുകയോ മറ്റോ ചെയ്തിട്ടൊക്കെ പെട്ടെന്ന് ചെയ്യണം. പിന്നെ ഞാൻ കുട്ടികളൊക്കെ വിളിച്ച പോലും പറഞ്ഞു ഇവിടെ അങ്ങനെ വിഷയം വരില്ല, നമ്മൾ വേഗം ചെയ്ത് 1:30 മണിയാകുമ്പോഴത്തേന് നമ്മൾ വിതരണം ചെയ്യലുണ്ട്. 1:30 മണിയാകുമ്പോഴത്തേന് തന്നെ വിതരണത്തിനെല്ലാം തയ്യാറാകും. അതിന് നമ്മൾ സജീവമാണ്, കുട്ടികൾ സജീവമാണ്. കുട്ടികളും ഓണർമാരും മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് കത്തിയൊക്കെ പോയിട്ടൊക്കെ അത് ശരിയാക്കേണ്ട. അത് അങ്ങനെ ഒരു സജീവത നമ്മുടെ നാട്ടിൽ കിട്ടണില്ല. എടാ അത് ഇവിടെ കിട്ടണ വൈദ്യുതി കിട്ടുന്നില്ല. ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞു ആവശ്യമില്ല, അതൊന്നും ഇവിടെ നടക്കൂല അറിയില്ല. കമ്മിറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇതിന്റെ നേരെ പറമ്പിൽ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു, അതൊന്നും ഇവിടെ നടക്കൂല. അത് നിങ്ങൾക്ക് അവിടെ നടക്കണ മരുന്ന് ഇവിടെ നടക്കൂല. അത് അങ്ങനെ ചില വിഷയങ്ങൾ വന്നു. അപ്പൊ അത് നമ്മൾ സജീവമാകണേ, ശ്രദ്ധിക്കണം. കഴിവുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന്, ഞാൻ കുട്ടികളെ വിളിപ്പിച്ച പോലും പറഞ്ഞ് ഈ നന്നാക്കുന്ന ആൾക്കാരെ അർത്ത് അത് തരികയുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങളെ ചെയ്യുക. അങ്ങനെ മുറിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളും ചെയ്യും, ഓണർമാരും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വേഗം ആവലുണ്ട്, അതൊക്കെ സ്പീഡ് ആവലുണ്ട്. ഒന്നുകൂടി സ്പീഡ് കൂട്ടണം. കൂടുതൽ അറുത്തിട്ട് ഇങ്ങനെ ഇടുന്ന സ്വഭാവം ഉണ്ടാവരുത് എന്ന് ജാബറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബന്ധപ്പെട്ട ആൾക്കാരും വെച്ച് കമ്മനാക്കിയും ജാബറും കൂടി വന്നിരുന്നു, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങളെല്ലാരും കൂടി ശ്രദ്ധിച്ച്, അതിൽ വലിയൊരു ഇബാദത്തല്ല. ഇനി നമുക്ക് അറക്കാനൊന്നും കഴിഞ്ഞില്ല, പൈസ ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഒന്ന് സഹകരിച്ചാൽ തന്നെ വലിയ കൂലി കിട്ടും. നല്ലൊരു കൂലി കിട്ടുന്ന കാര്യമല്ലേ. സല്ലാ തങ്ങൾ 63 സ്വന്തം കൈ കൊണ്ട് അറുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഫതിൽ എത്രയാണ്, അതിന്റെ ശ്രേഷ്ഠത എത്രയാണ്, എവിടുന്നാണ് അവിടുത്തെ കാശ്? 63 പോയിട്ട് ഒരു ഒട്ടകത്തിന് മേടിക്കാൻ സല്ലാ കാശുണ്ടോ? അവിടെയാണ് 63 അറുത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാം. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉറക്കൊഴിക്കേണ്ടി വരും. ചിലപ്പോൾ അന്ന് പെരുന്നാൾക്ക് ചിലപ്പോൾ നല്ലപോലെ ചായ കുടിക്കാൻ കഴിഞ്ഞോളന്നില്ല. നമ്മുടെ സെക്രട്ടറി ഉണ്ട്, കുഞ്ഞനാജി എന്നറിയ, അദ്ദേഹം പറഞ്ഞു ഞാൻ രാത്രി തന്നെ മൃഗങ്ങളെ നോക്കണം. അങ്ങനെ മൃഗങ്ങളെ നോക്കി വന്ന് പിന്നെ അറവ് കഴിഞ്ഞ് എല്ലാവരും നാസ്തിക്കാൻ പോകുമ്പോൾ ഞാൻ പോയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്, പെരുന്നാൾക്ക് രാവിലെ നാസ്തിക്കാനൊന്നും ചിലപ്പോൾ കമ്മിറ്റിയിലെ സെക്രട്ടറിമാർക്കും ബന്ധപ്പെട്ട ആൾക്കാർക്കും കഴിഞ്ഞോളന്നില്ല. അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാവും. അങ്ങനൊക്കെ തന്നെ സഹിച്ചെങ്കിലല്ലേ അള്ളാഹിനൊന്ന് കൂലിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹിനൊന്ന് കൂലി കിട്ടും. അള്ളാഹിനൊന്ന് കൂലിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ സഹിക്കേണ്ടി വരുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 10 രാത്രികളിലും പകലുകളിലും അള്ളാഹു ചെയ്യുന്ന എല്ലാ റഹ്മത്തിലും ബർക്കത്തിലും നിഅമത്തിലും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജല്ലജലാലുവായ അള്ളാഹു ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയുസിന്റെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇനി വളരെ കുറഞ്ഞ കാലം മാത്രമേ എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള കാലങ്ങളൊക്കെ നല്ല സന്തോഷത്തോടുകൂടെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുട്ടികളിലും മക്കളിലും മരുമക്കളിലും എല്ലാവരിലും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളൊക്കെ അള്ളാഹു ബർക്കത്തുള്ള വീടുകളാക്കുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളാക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു സാലിഹ്യങ്ങളാക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബുദ്ധിയും വിവേകവും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിനൊക്കെ തടസ്സമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. മറ്റുള്ള ആളുകൾ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നിർവഹിച്ചു തരുമാറാകട്ടെ. ബംഗാളിലും ആസാമിലും ഉത്തർപ്രദേശിലും ഒക്കെയുള്ള മുസ്ലിമീങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നു. റഹ്മാനായ റബ്ബ് ഈ ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവർക്കൊക്കെ റാഹത്ത് നൽകുമാറാകട്ടെ. ഇന്ത്യയുടെ ഭരണവും സംസ്ഥാനങ്ങളുടെ ഭരണങ്ങളും അള്ളാഹു മുസ്ലിമീങ്ങളെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുമാറാകട്ടെ. അതിൻ്റെ എല്ലാ മാർഗങ്ങളും അള്ളാഹു എളുപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പെടുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇന്ന് ചായ ഉണ്ടോ? അസ്സലാമേ ഉണ്ടല്ലേ? ആ ചായയും പലഹാരവും നൽകിയ സഹോദരന് അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉദഹിയത്തും എല്ലാ കാര്യങ്ങളും നല്ല റാഹത്തോടുകൂടെ നടത്താൻ, സന്തോഷത്തോടെ അള്ളാഹിന്റെ പൊരുത്തത്തിനായി നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.